Good morning, all. Good morning, ma'am. Good morning. Good morning, ma'am. Good morning. Good Good morning, ma'am. morning. Okay, good morning, all. Good morning, ma'am. Good morning, madam. Okay, good morning. നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഇന്നത്തെ ക്ലാസ് മനസ്സിലായില്ലേ? ഇന്നലെ ഏതായിട്ട് നമ്മ കംപ്ലീറ്റ് ചെയ്തേ? പ്രോണാൻ കംപ്ലീറ്റ് ചെയ്തല്ലേ? ഹലോ മാഡം, ഗുഡ് മോർണിംഗ്. കുറെ ദിവസമായിട്ട് കേട്ടം, എന്റെ ഫോൺ കേടായി. ഇപ്പൊ വേറെ ഫോണിനകത്ത് സിം ഇട്ടാ ഞാൻ ഇപ്പൊ ശരിയാക്കിയത്. എനിക്ക് കുറെ ദിവസമായിട്ട് കേറാനും പറ്റിയില്ല. ഇത് ഇപ്പഴാ ശരിയായത്. സിം ഇട്ടിട്ട് ഒന്ന് ആഡാക്കിയത്. ആണല്ലേ? ഓക്കെ ഓക്കെ. എന്തായാലും ക്ലാസ്സേ റെക്കോർഡ് ക്ലാസ് വരും. അപ്പൊ ഒന്ന് കാണാട്ടോ, അപ്പൊ മനസ്സിലാവേ. പിന്നെ ഒരു നോട്ട്സും തരുവേ. ആ നോട്ട്സ് എനിക്ക് കഴിഞ്ഞ ക്ലാസ്സിലെ ഒന്നും എനിക്ക് എടുക്കാൻ പറ്റിയല്ല, ഫോൺ പോയതോടുകൂടി. ആണല്ലേ? ആ ഓക്കെ ഓക്കെ. എന്താ ചെയ്യുമ്പോ ഇപ്പൊ ഇട്ടാലേ എനിക്ക് കിട്ടുള്ളൂ. വേറെ സ്റ്റുഡൻസിനോടൊക്കെ ഇങ്ങനെ ചോദിച്ചോ കാര്യം കണ്ടിട്ടുണ്ടാവും നോട്ട്സ്. ഇതിനകത്ത് ഗൂഗിൾ മീറ്റിംഗ് ഒന്നും കിട്ടത്തില്ല, ആഡാക്ക് ഇതിന്റെ അകത്ത് കിട്ടത്തില്ല. ഇപ്പൊ വേറെ ഫോണിനകത്ത് ഞാൻ ഇട്ട് ഇപ്പൊ കേക്കുന്നതാ. ആണല്ലേ? ഉം. വേറെ ഫ്രണ്ട്സിനോടൊന്ന് ചോദിച്ചോ കാര്യം ഇങ്ങനെ നോട്ട് കിട്ടണെന്ന്. ഇതവര് ഇതെങ്ങനെയാ നോട്ട് അയക്കണേന്ന് എനിക്കറിയില്ല. അതൊക്കെ ടെക്നിക്കൽ ഡിപ്പാർട്ട്മെന്റ് ആണേ. അല്ല, ഞാൻ ചോദിക്കുന്നത് മാഡം ഈ PDF എടുത്ത് പഠിച്ചാലും മതിയല്ലോ? ആ മതി മതി. ആ ശരി, ഓക്കെ മാഡം, താങ്ക് യു. ഓക്കെ, താങ്ക് യു. പ്രോണോണ് PDF കിട്ടിയിട്ടില്ലേ? അവര് തരും കേട്ടോ, എന്തായാലും തരും. ഓക്കെ ഓക്കെ മാഡം. ഓക്കെ. അപ്പൊ ക്ലാസ് സ്റ്റാർട്ട് ചെയ്യാം നമുക്ക്. ആ ഓക്കെ മാഡം. പ്രോണോൺ എല്ലാവരും ക്ലിയർ അല്ലേ? പോകുന്നില്ലേ? പറഞ്ഞെല്ലാം മനസ്സിലായല്ലോ? നമുക്കിപ്പോ നെക്സ്റ്റ് ടോപ്പിക്കിലേക്ക് പോവാം. ഓക്കെ. നെക്സ്റ്റ് നമുക്ക് അഡ്ജക്റ്റീവ് നോക്കാവുന്ന. അഡ്ജക്റ്റീവ് ആണേ. ഓക്കെ. Adjective എന്താ? An adjective is a word that modifies, describes a noun or pronoun. It can be used to describe the qualities of someone or something. അല്ലെ? Adjective എന്താ? ഒരു വേർഡിനല്ലേ, ഒരു നൗണിനെയും പ്രോനൗണിനെയും കുറച്ചുകൂടി മോഡിഫൈ ചെയ്യാൻ യൂസ് ചെയ്യുന്നു, കുറച്ചുകൂടി ഡിസ്ക്രൈബ് ചെയ്യാൻ അല്ലെ? മോഡിഫൈ ഉദ്ദേശിക്കണേ കുറച്ചുകൂടി ബെറ്റർ ആകാൻ യൂസ് ചെയ്യുന്ന അല്ലെ ഒന്നാണ് എന്താ അഡ്ജക്റ്റീവ് എന്ന് പറയുന്നത് അല്ലെ? എക്സാമ്പിൾ നോക്കിയേ, അപ്പൊ നിങ്ങൾക്ക് മനസ്സിലാവും. മീര ഈസ് എ സ്മാർട്ട് ഗേൾ അല്ലെ? നമുക്ക് ജസ്റ്റ് വേണമെങ്കിൽ ഒരു ഗേൾ ആണെന്ന് പറയാം അല്ലെ? അപ്പൊ എന്താ കുറച്ചുകൂടെ അതിനെ മോഡിഫൈ ചെയ്തു അല്ലെ? അപ്പൊ എന്തായി അത്? ഇവിടെ സ്മാർട്ട് എന്ന് പറയുന്നത് എന്താ? അഡ്ജക്റ്റീവ് ആണ് അല്ലെ? അപ്പോ മീര ഈസ് എ സ്മാർട്ട് ഗേൾ, മീരയെ കുറച്ചുകൂടെ മോഡിഫൈ ചെയ്ത്, അതായത് ഡിസ്ക്രൈബ് ചെയ്ത് പറഞ്ഞു അല്ലെ? അപ്പൊ സ്മാർട്ട് ആണ് ഇവിടെ അഡ്ജക്റ്റീവ് ആയിട്ട് യൂസ് ചെയ്തത്. ഓക്കെ. അടുത്ത എക്സാമ്പിൾ നോക്കിയേ. ഹി മാരീഡ് ആൻ അമേരിക്കൻ വുമൺ അല്ലെ? ഇവിടെ മാരീഡിന്റെ അടിയിലല്ല കേട്ടോ അണ്ടർലൈൻ വരുന്നേ, അമേരിക്കൻ വുമണിന്റെ അടിയിലാണ്. അമേരിക്കൻ ആണ്, കാരണം എന്താ? ആ വുമണിനെ കുറിച്ച് ഡിസ്ക്രൈബ് ചെയ്ത് അമേരിക്കൻ എന്ന് വെച്ചിട്ടല്ലേ? അപ്പൊ അമേരിക്കൻ ആണ് ഇവിടെ അഡ്ജക്റ്റീവ് ആയിട്ട് യൂസ് ചെയ്യുന്നത്. നെക്സ്റ്റ് നോക്കി. ഇറ്റ് ഈസ് എ പ്ലാസ്റ്റിക് ബോട്ടിൽ. ഇറ്റ് ഈസ് എ പ്ലാസ്റ്റിക് ബോട്ട് അല്ലെ? അപ്പൊ എന്താ? പ്ലാസ്റ്റിക് ആണ് ഇവിടെ അഡ്ജക്റ്റീവ് ആയിട്ട് വരുന്നത് അല്ലെ? എന്താ? ബോട്ട് എന്താന്ന് പറഞ്ഞു? പ്ലാസ്റ്റിക് ആണെന്ന് പറഞ്ഞു അല്ലെ? അപ്പൊ അതിനെ കുറച്ചുകൂടെ ഒന്ന് ഡിസ്ക്രൈബ് ചെയ്തു അല്ലെ? അപ്പൊ ഇവിടെ പ്ലാസ്റ്റിക് ആണ് അഡ്ജക്റ്റീവ് ആയിട്ട് വരുന്നത്. അങ്ങനെ ഒരുപാട് അഡ്ജക്റ്റീവ് വേർഡ്സ് നമുക്ക് നമ്മുടെ ഡെയിലി നമ്മൾ യൂസ് ചെയ്യാറില്ല, ഒരുപാടുണ്ട്. വണ്ടർഫുൾ, ബ്യൂട്ടിഫുൾ അല്ലെ? സ്മാർട്ട്, ക്ലവർ, ഇറ്റ്സ് എ ഗുഡ് ബോയ് എന്നൊക്കെ പറയില്ലേ? അതൊക്കെ അഡ്ജക്റ്റീവ്സ് ആണ്. അഡ്ജക്റ്റീവ്സ് എന്ന് പറയുന്നത് തന്നെ ഒരു നൗണിനെയോ അല്ലെങ്കിൽ പ്രോനൗണിനെയോ ഡിസ്ക്രൈബ് ചെയ്യാൻ യൂസ് ചെയ്യുന്ന വേർഡാണ് അഡ്ജക്റ്റീവ്. ഓക്കെ. അപ്പോ ടൈപ്സ് ഓഫ് അഡ്ജക്റ്റീവ് നോക്കിയേ. എത്ര ടൈപ്സ് ഉണ്ട്? 8 ടൈപ്സ് അഡ്ജക്റ്റീവ്സ് ഉണ്ട് അല്ലെ? There is 8 types of adjectives here അല്ലെ? ഫസ്റ്റ് വൺ നോക്കിയേ, പ്രോപ്പർ അഡ്ജക്റ്റീവ്. അടുത്തത് ഡിസ്ക്രിപ്റ്റീവ്, ക്വാളിറ്റേറ്റീവ് ഓർ ആട്രിബ്യൂട്ടീവ് അഡ്ജക്റ്റീവ്. നെക്സ്റ്റ് ക്വാണ്ടിറ്റേറ്റീവ് അഡ്ജക്റ്റീവ്.
ഓക്കെ, ഡിസ്ക്രിപ്റ്റീവ് അഡ്ജക്റ്റീവ് എന്ന് മാത്രം പറഞ്ഞാൽ മതി. മിസ്റ്റേക്ക് ഒക്കെ ഉള്ളെങ്കിൽ ഞാനിത് ക്ലിയർ ചെയ്തിട്ട് നിങ്ങൾക്ക് നോട്ട് തരാം കേട്ടോ. തേർഡ് വൺ നോക്കി, ക്വാണ്ടിറ്റേറ്റീവ് അഡ്ജക്റ്റീവ്. ഫോർത്ത് വൺ, ന്യൂമറൽ അഡ്ജക്റ്റീവ്. നെക്സ്റ്റ്, ഡെമോൺസ്ട്രേറ്റീവ്, പോസസീവ്, ഇൻട്രോഗേറ്റീവ്, ഡിസ്ട്രിബ്യൂട്ടീവ് അഡ്ജക്റ്റീവ്സ് അല്ലേ. ഇതിപ്പോ ഓരോന്നും എങ്ങനെയാണ് യൂസ് ചെയ്യുന്നതും നമുക്ക് നോക്കാം. ഓക്കെ, proper adjective നോക്കി. Proper adjective is a word that modifies noun and pronouns and is formed from proper noun. Proper adjectives such as names of people, places or organizations. Examples നോക്കി, Indian, American, Shakespearean, Elizabeth. അല്ലെ, എന്താ പറയാ, adjective എന്ന് പറയുന്ന എല്ലാം മോഡിഫൈ ചെയ്യാൻ യൂസ് ചെയ്യുന്നതാണ്. ഓക്കെ, അപ്പൊ ഇതിന് വന്ന എല്ലാ 8 ടൈപ്സും എല്ലാം മോഡിഫൈ ആണിക്കും ചെയ്യുക. ഓക്കെ, ഒന്ന് മനസ്സിലാക്കി വെക്കാം. അപ്പൊ എന്താ പ്രോപ്പർ എന്ന് പറഞ്ഞാൽ നമ്മൾ പ്രോപ്പർ നൗൺ പഠിച്ചില്ലേ, അതെന്തിനാ യൂസ് ചെയ്യാ, ഒരു പേഴ്സണെയോ അല്ലെ പ്ലേസ് ഒക്കെ പറയാൻ പ്രോപ്പർ നൗൺ പഠിച്ചില്ലേ, അതുപോലെ തന്നെയാണ് പ്രോപ്പർ അഡ്ജക്റ്റീവും. ഇപ്പൊ ഇവിടെ നോക്കിയേ, ഇന്ത്യ എന്നുള്ളത് പ്രോപ്പർ നൗൺ ആണ് അല്ലെ. അപ്പോ ഇന്ത്യൻ എന്ന് പറയുന്നത് എന്താ, പ്രോപ്പർ അഡ്ജക്റ്റീവ് ആയിരിക്കും. ഓക്കെ, സിമ്പിൾ അല്ലേ. അപ്പോ നോക്കിയേ, സഞ്ജു ഈസ് ആൻ ഇന്ത്യൻ പ്ലെയർ അല്ലെ. ഇവിടെ ഇന്ത്യൻ എന്ന വാക്കാണ് അഡ്ജക്റ്റീവ് ആയിട്ട്, അതായത് പ്രോപ്പർ അഡ്ജക്റ്റീവ് ആയിട്ട് യൂസ് ചെയ്തിരിക്കുന്നത്. ഓക്കെ, നെക്സ്റ്റ് നോക്കി, ഐ ലവ് അമേരിക്കൻ ഫുഡ്. അമേരിക്കൻ എന്നുള്ളതാണ് ഇവിടെ പ്രോപ്പർ അഡ്ജക്റ്റീവ് ആയിട്ട് യൂസ് ചെയ്യുന്നത്. ഇവിടെ പ്രോപ്പർ നൗൺ എന്ന് വരുമ്പോ അമേരിക്ക അല്ലെ, അമേരിക്ക എന്ന് വരും അല്ലെ. നെക്സ്റ്റ് നോക്കി, ഹി സോ എ ഷേക്സ്പീരിയൻ ഡ്രാമ. അപ്പൊ ഇവിടെ ഷേക്സ്പിയർ എന്നൊരു പേരിൽ നിന്നാണ് ഷേക്സ്പീരിയൻ എന്ന് വന്നത് അല്ലെ. അപ്പൊ ഇതും പ്രോപ്പർ അഡ്ജക്റ്റീവ് ആണ്. ഓക്കെ, പ്രോപ്പർ അഡ്ജക്റ്റീവ് മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. അപ്പോ നെക്സ്റ്റിലേക്ക് പോവാം. ഡിസ്ക്രിപ്റ്റീവ് അഡ്ജക്റ്റീവ്. എന്താ, ഡിസ്ക്രിപ്റ്റീവ് അഡ്ജക്റ്റീവ് ദാറ്റ് മോഡിഫൈസ് എ നൗൺ ഓർ പ്രോനൗൺ ബൈ ഡിസ്ക്രൈബിംഗ് ഓർ എക്സ്പ്രസിംഗ് ഇറ്റ്സ് ക്വാളിറ്റി. This adjective is also called a quantitative adjective. ഇതിനെന്താ quantitative adjective എന്ന് പറയും അല്ലെ. It is more information about things. എന്താ, കുറച്ചുകൂടി ഇൻഫർമേഷൻ ഏത് തിങ്സിനെ കുറിച്ചാണോ പറയുന്നത് അതിനെ കുറിച്ച് കുറച്ചുകൂടെ ഇൻഫർമേഷൻ തരും അല്ലെ. more information, it gives more information വരും. മിസ്റ്റേക്സ് ഒക്കെ ക്ലിയർ ചെയ്തേ. It is അല്ലെ, it gives more information എന്നാണ് ഉദ്ദേശിച്ചത്. നെക്സ്റ്റ് അവിടെ മിസ്റ്റേക്ക് ഉണ്ട്. It can be color, a size, a shape, texture or number എന്നൊക്കെ പറയാം. അതൊക്കെ എന്താ ഡിസ്ക്രിപ്റ്റീവ് അഡ്ജക്റ്റീവിൽ വരും. എക്സാമ്പിൾ നോക്കുമ്പോ കുറച്ചുകൂടി ക്ലിയർ. ഓക്കെ, എക്സാമ്പിൾ നോക്കിയേ, ടോം ട്രൈ ടു ക്ലൈംബ് ദ ടോൾ ട്രീ അല്ലെ. എന്താ, നമുക്ക് വേണമെങ്കിലും പറയായിരുന്നു അല്ലെ, ടോം ട്രൈ ടു ക്ലൈംബ് ദ ട്രീ എന്ന് പറയായിരുന്നു. അപ്പൊ എന്താ, ആ ട്രീനെ കുറച്ചുകൂടെ മോഡിഫൈ ചെയ്തു അല്ലെ, ഡിസ്ക്രൈബ് ചെയ്തു. എന്ത് ട്രീ ആണ്, ഉയരമുള്ള ട്രീ അല്ലെ, ടോൾ ട്രീ ആണ്. അപ്പൊ അതിന് കുറച്ചുകൂടെ എക്സ്പ്ലെയിൻ ചെയ്തപ്പോ നമുക്ക് എന്താ, അത് ഉയരമുള്ള ട്രീ ആണ് നമുക്ക് നമ്മുടെ മനസ്സിൽ തോന്നി അല്ലെ. അപ്പൊ എന്താ, കുറച്ചുകൂടി ഇൻഫർമേഷൻ അല്ലേ, ആ ട്രീനെ കുറിച്ച് കുറച്ചുകൂടി ഇൻഫർമേഷൻ അവിടെ തന്നെ അല്ലെ. നെക്സ്റ്റ് നോക്കി, ഇറ്റ് ഇസ് എ വെരി ബ്യൂട്ടിഫുൾ കൺട്രി. ഇറ്റലി ഈസ് എ വെരി ബ്യൂട്ടിഫുൾ കൺട്രി അല്ലെ. എന്താ, വളരെ മനോഹരമായ ഒരു കൺട്രിയാണ് ഇറ്റലി എന്ന് പറയുന്നത് അല്ലെ. നമുക്ക് വേണ്ടി ജസ്റ്റ് ഇറ്റലി ഈസ് എ കൺട്രി എന്ന് പറയാം. പിന്നെ ആ കൺട്രിയെ കുറിച്ച് ഇൻഫർമേഷൻ തന്നു. കാരണം എന്താ, വളരെ ബ്യൂട്ടിഫുൾ ആയ ഒരു കൺട്രി ആണെന്ന് ഇൻഫർമേഷൻ തന്നു അല്ലെ. അപ്പൊ അതിനെന്താ ഡിസ്ക്രിപ്റ്റീവ് അഡ്ജക്റ്റീവ് എന്ന് പറയാം. ഓക്കെ, നോക്കിയേ, രോഹൻ ഈസ് എ ക്ലവർ സ്റ്റുഡന്റ്. ക്ലവർ എന്ന് ഉദ്ദേശിക്കണം രോഹനെ എന്താ കുറച്ചുകൂടെ ഡിസ്ക്രൈബ് ചെയ്താണ് അല്ലെ, കുറച്ച് ഇൻഫർമേഷൻ ആണ് അല്ലെ. രോഹൻ ഒരു ക്ലവർ സ്റ്റുഡന്റ് ആണെന്ന് പറഞ്ഞത് ഒരു ഇൻഫർമേഷൻ ആണ് അല്ലെ. ആ സ്റ്റുഡന്റിനെ കുറിച്ച് പറഞ്ഞ ഇൻഫർമേഷൻ അല്ലെ, ക്ലവർ ആണെന്ന് പറഞ്ഞത് അല്ലെ. അപ്പൊ ക്ലവർ എന്ന് പറയുന്നത് അവിടെ ഡിസ്ക്രിപ്റ്റീവ് അഡ്ജക്റ്റീവ് ആണ്. നെക്സ്റ്റ് എക്സാമ്പിൾ നോക്കിയേ, they have got a very nice house. വെരി നൈസ് ഹൗസ് അല്ലെ. നൈസ് എന്ന് ഉദ്ദേശിച്ച അവിടെ എന്താ, ഡിസ്ക്രിപ്റ്റീവ് അഡ്ജക്റ്റീവ് ആണ്. Then this is an blue umbrella. എന്താ, കളർ അല്ലെ, ഇവിടെ കളർ മെൻഷൻ ചെയ്തല്ലേ. അപ്പോ കളർ ഇപ്പൊ പറഞ്ഞല്ലോ, ഇറ്റ് ക്യാൻ ബി എ കളർ അല്ലെ, കളറോ സൈസോ ഷേപ്പോ ടെക്സ്ചറോ ഈ ഡിസ്ക്രിപ്റ്റീവ് അഡ്ജക്റ്റീവ് നമുക്ക് യൂസ് ചെയ്യാം അല്ലെ. അപ്പോ ദിസ് ഈസ് ആൻ ബ്ലൂ അംബ്രല്ല. അപ്പൊ ബ്ലൂ എന്ന് പറയുന്ന ഒരു കളറാണ് അല്ലെ. അപ്പോ അതെന്താ ഡിസ്ക്രിപ്റ്റീവ് അഡ്ജക്റ്റീവ് ആണ്. നെക്സ്റ്റ് നോക്കി,
ദിസ് ഈസ് എ റൗണ്ട് ടേബിൾ. അപ്പൊ എന്താ ഷേപ്പ് പറഞ്ഞില്ലേ ഇവിടെ റൗണ്ട് ആണ്, സ്ക്വയർ ടേബിൾ എന്ന് പറയാം അല്ലെ. അപ്പോൾ ഷേപ്പ് മെൻഷൻ ചെയ്തുകൊണ്ട് അത് നമുക്ക് ഡിസ്ക്രിപ്റ്റീവ് അഡ്ജക്റ്റീവ് ആണെന്ന് പറയാം. ഓക്കെ, അപ്പൊ ഡിസ്ക്രിപ്റ്റീവ് അഡ്ജക്റ്റീവും പ്രോപ്പർ അഡ്ജക്റ്റീവും എല്ലാവർക്കും മനസ്സിലായോ? ജസ്റ്റ് ഒന്ന് കമന്റ് ചെയ്യും. മനസ്സിലായോ? റിപ്ലൈ തരൂ എല്ലാവരും. എന്തേ ആരും ആക്റ്റീവ് അല്ലേ ക്ലാസ്സില്? ആരും ഒന്നും പറയുന്നില്ല. ക്ലിയർ? മനസ്സിലാവുന്നുണ്ടല്ലേ? ഓക്കെ, രണ്ടുപേർക്ക് മാത്രമേ മനസ്സിലായുള്ളൂ, ബാക്കി ആർക്കും മനസ്സിലായില്ലേ? നമുക്ക് അപ്പൊ ക്ലിയർ ചെയ്ത് പോവുകയാണെങ്കിൽ ക്ലാസ് കുറച്ചുകൂടെ സിമ്പിൾ ആയിരിക്കും, കുറച്ചുകൂടി ഈസി ആയിരിക്കും കേട്ടോ. അപ്പൊ നെക്സ്റ്റിലേക്ക് പോവണേ. നെക്സ്റ്റ് ഏതാ? ക്വാണ്ടിറ്റേറ്റീവ് അഡ്ജക്റ്റീവ്. ക്വാണ്ടിറ്റി എന്ന് പറയുമ്പോൾ തന്നെ നമുക്കറിയാം നമ്പേഴ്സ് ആയിരിക്കും അല്ലെ മെയിൻ ആയിട്ട് യൂസ് ചെയ്യുക അല്ലെ. ക്വാളിറ്റി എന്ന് പറയുന്നത് അതിന്റെ എന്താ പറയാ, ക്വാളിറ്റി നമ്മൾ പറയുന്നത് ക്വാളിറ്റി. അതുപോലെ ക്വാണ്ടിറ്റി എന്ന് പറയുന്നത് നമ്പർ അല്ലെ. അപ്പൊ ക്വാണ്ടിറ്റേറ്റീവ് അഡ്ജക്റ്റീവ്സ് ആർ ദ അഡ്ജക്റ്റീവ് that modifies a noun by indicating any number or any quantity of countable or uncountable nouns അല്ലെ. which means quantity of something but sometimes they did not number also. എന്താ ജസ്റ്റ് സിമ്പിൾ ആയിട്ട് മനസ്സിലാക്കാം. ക്വാണ്ടിറ്റേറ്റീവ് എന്ന് പറയുന്ന ഒരു ക്വാണ്ടിറ്റി നമ്പേഴ്സ് ആയിരിക്കും. ചിലപ്പോൾ അത് കൗണ്ട് ചെയ്യാൻ പറ്റും, ചിലപ്പോൾ അത് കൗണ്ട് ചെയ്യാൻ പറ്റാത്തയും ഉണ്ടാവും അല്ലെ. ഇപ്പൊ നമ്മൾ ജസ്റ്റ് എന്താ 1 2 3 എന്ന് പറയുന്നതും കൗണ്ട് ചെയ്യാൻ പറ്റും അല്ലെ, സിമ്പിൾ ആയിട്ട് കൗണ്ട് ചെയ്യാൻ പറ്റും അല്ലെ. അപ്പൊ അതെന്താ ഒരു ക്വാണ്ടിറ്റേറ്റീവ് അഡ്ജക്റ്റീവ് ആണ് അല്ലെ. അത് പറയാം. പിന്നെ നമുക്ക് കുറച്ച് വേർഡ്സ് നോക്കി, ഫ്യൂ, സെവറൽ, മെനി, ഓൾ, എവറി. അത് നമുക്ക് കൗണ്ട് ചെയ്യാൻ പറ്റില്ല. അപ്പൊ നമുക്ക് ജസ്റ്റ് പറയാം ഓ മെനി അല്ലെ, മെനി ഉപയോഗിച്ചിട്ട് പറയാം അല്ലെ. ഇപ്പൊ നോക്കി ഐ ഹാവ് സെവറൽ ഫ്രണ്ട്സ് കം ഹിയർ. അപ്പൊ സെവറൽ എന്ന വേർഡ് വന്നപ്പോൾ അവിടെ എന്താ ക്വാണ്ടിറ്റേറ്റീവ്, ഒരു ക്വാണ്ടിറ്റി ആണ് അവിടെ പറയാ അല്ലെ. കുറച്ച് ഫ്രണ്ട്സ് അല്ലെ, കുറച്ച് എന്നാണ് പറഞ്ഞത് അല്ലെ. അപ്പൊ ഐ ഹാവ് സെവറൽ ഫ്രണ്ട്സ് കം ഹിയർ എന്ന് പറയുമ്പോൾ സെവറൽ എന്ന് പറഞ്ഞപ്പോൾ അവിടെ എന്താ ക്വാണ്ടിറ്റേറ്റീവ് അഡ്ജക്റ്റീവ് ആണ് അല്ലെ സെവറൽ. നെക്സ്റ്റ് നോക്കിയാൽ ഷീ ഏറ്റ് ഓൾ ചോക്ലേറ്റ്സ്. അവിടെ നമ്പേഴ്സ് പറഞ്ഞിട്ടില്ല അല്ലെ, ഓൾ പറഞ്ഞു. അപ്പൊ എന്താ അതൊരു ക്വാണ്ടിറ്റേറ്റീവ് അഡ്ജക്റ്റീവ് ആണ്. ഡു യു ഹാവ് എനി ക്വസ്റ്റ്യൻ. അപ്പൊ എന്താ എനി അല്ലെ, എനി വന്നപ്പോൾ എന്താ അവിടെ അതൊരു ക്വാണ്ടിറ്റേറ്റീവ് അഡ്ജക്റ്റീവ് ആണ്. വി ഹാഡ് എ ലോട്ട് ഓഫ് ഫൺ. അലോട്ട് യൂസ് ചെയ്യുന്നത് ക്വാണ്ടിറ്റേറ്റീവ് അഡ്ജക്റ്റീവ് ആണ്. ഹി കോൾഡ് ട്വൈസ് അല്ലെ, ട്വൈസ് പറഞ്ഞു, നമ്പർ പറഞ്ഞു അല്ലെ, അതും ക്വാണ്ടിറ്റേറ്റീവ് അഡ്ജക്റ്റീവ് ആണ് നമുക്ക് പറയാം. ഐ ഹാവ് ടോൾഡ് യു മെനി ടൈംസ്. അവിടെ മെനി അല്ലെ, മെനി ടൈംസ് മെനി യൂസ് ചെയ്തു അല്ലെ. നെക്സ്റ്റ് മോസ്റ്റ് പീപ്പിൾ എൻജോയ് ട്രാവലിംഗ്. ഇവിടെ എൻജോയ് വന്നു അല്ലെ. ഇത് കുറച്ച് ഡൗട്ട് ഉണ്ടേ, ക്ലിയർ ചെയ്തരാം. നെക്സ്റ്റ് ന്യൂമറൽ അഡ്ജക്റ്റീവ് നോക്കി. ന്യൂമറൽ എന്ന് പറയുമ്പോൾ അറിയാലോ നമ്പേഴ്സ് ആണ്, മെയിൻലി യൂസ് ചെയ്യുന്ന നമ്പേഴ്സ് ആയിരിക്കും അല്ലേ. അപ്പൊ നോക്കി ഇതും ഡിസ്ക്രിപ്റ്റീവ് അഡ്ജക്റ്റീവ് ചെറുതായിട്ട് സെയിം ആണ്, ഒരേപോലത്തെയാണ് കേട്ടോ. ന്യൂമറൽ നോക്കി, ന്യൂമറൽ അവിടെ ന്യൂ മോഡൽ അല്ല ന്യൂമറൽ ആണ്, ആ മിസ്റ്റേക്ക് ഉണ്ട്, അത് ക്ലിയർ ചെയ്ത് തരാം. നിങ്ങൾക്ക് നോട്ട് കിട്ടുമ്പോൾ ഇതൊക്കെ ക്ലിയർ ചെയ്ത് നോട്ട് ആയിരിക്കും വരാം. ഓക്കെ, അപ്പൊ നോക്കിയേ ന്യൂമറൽ adjective is the adjective which is used to show the numbers of nouns. This adjective is also commonly called adjectives of numbers. There are 3 types of numeral adjectives. അപ്പൊ എന്താ numbers ആണ് കൂടുതലും യൂസ് ചെയ്യാം അല്ലേ. പിന്നെന്താ ന്യൂമറൽ adjectiveല് 3 types of adjectives ഉണ്ട് അല്ലേ, അത് നോക്കാം. Definite numeral adjectiveും indefinite numeral adjective and distributive numeral adjective അല്ലെ. നമുക്കത് ഓരോന്നും നോക്കാം. ഡിഫിനൈറ്റ് എന്ന് പറയുന്നത് നോക്കിയേ 1 2 3 1 2 3 എന്ന് പറയുന്നത് ഡിഫിനൈറ്റ് ആണ് അല്ലെ. നമ്മൾ എണ്ണം പറയില്ലേ, ഫോർ എക്സാമ്പിൾ നോക്കിയേ ടിന ഹാസ് 5 റാബിറ്റ്സ്. 5 റാബിറ്റ് ഉണ്ട് അവിടെ. എന്താ നമ്പർ അല്ലെ, നമ്പർ മെൻഷൻ ചെയ്തു അല്ലെ 5. ഓക്കെ, അപ്പൊ അതിനെ നമുക്ക് ഒരു പേര് വിളിക്കാം, എന്താ കാർഡിനൽസ് എന്ന് വിളിക്കാം, കാർഡിനൽസ്. ഓക്കെ, പിന്നെന്താ ഡിഫിനൈറ്റിൽ പറയാ ഫസ്റ്റ് സെക്കൻഡ് തേർഡ് എന്ന് പറയാലോ നമുക്ക് അല്ലെ. അപ്പൊ അതിനെ നമുക്കൊരു പേര് വിളിക്കാം, എന്താ ഓർഡിനൽസ് എന്ന് വിളിക്കാം. ഓക്കെ, അപ്പൊ ഡിഫിനൈറ്റ് ന്യൂമറൽസ് എന്തൊക്കെ യൂസ് ചെയ്യാം, കാർഡിനൽസും ഓർഡിനൽസും യൂസ് ചെയ്യുമെന്ന് പറയാം, സിമ്പിൾ. ഓക്കെ, ഫസ്റ്റ് സെക്കൻഡ് തേർഡ് ക്ലിയർ അല്ലേ. ഷി വിൽ ഗോ ബാക്ക് ടു സ്കൂൾ ഓൺ സെക്കൻഡ് വീക്ക് ഓഫ്
സെപ്റ്റംബർ. അവിടെ സെക്കൻഡ് എന്ന് യൂസ് ചെയ്തപ്പോ അത് ഡിഫിനൈറ്റ് ന്യൂമറൽ ആണെന്ന് പറയാം അല്ലെ. നെക്സ്റ്റ് നോക്കിയേ, ഇൻഡിഫിനൈറ്റ് ന്യൂമറൽ അഡ്ജക്റ്റീവ് നോക്കിയേ. The most common indefinite adjectives are any, each, few, many, most, several അല്ലെ. ഇപ്പൊ എന്താ ഇതൊക്കെ വന്നാൽ എന്താ നമുക്ക് ഇൻഡിഫിനൈറ്റ് ആണെന്ന് പറയാം അല്ലെ. there are several യൂസ് ചെയ്ത് അല്ലെ. many people attended the class, അവിടെ എന്താ many യൂസ് ചെയ്തു അല്ലെ. അപ്പൊ നമ്മൾ നേരത്തെ പറഞ്ഞ അഡ്ജക്റ്റീവും ന്യൂമറൽ അഡ്ജക്റ്റീവും കുറച്ച് സെയിം ആണ് അല്ലെ, സാമ്യമുണ്ട് അല്ലെ. ഓക്കെ, ഡിസ്ട്രിബ്യൂട്ടിംഗ് ന്യൂമറൽ അഡ്ജക്റ്റീവ് നോക്കിയേ. These are used to refer to individual nouns within the whole amount. The most common adjectives are each, either, and neither. കണ്ട, നമ്മൾ ഇത്രയും ചിന്തിക്കുക. each, either, and neither എന്നൊക്കെ വേർഡ് കണ്ടാൽ എന്താ അത് ഡിസ്ട്രിബ്യൂട്ടീവ് ന്യൂമറൽ അഡ്ജക്റ്റീവ് ആണെന്ന് പറയാം. Taxes have to be paid by every employed citizen. Every employed citizen. അവിടെ neither വന്നിട്ടില്ലല്ലോ. each, either, neither. അവിടെ എന്തൊരു മിസ്റ്റേക്ക് ഇല്ലേ? അവിടെ മിസ്റ്റേക്ക് ഉണ്ട്, ഞാൻ ക്ലിയർ ചെയ്ത് തരാവേ. അപ്പോ ഈച്ചും ആയതിലും ആയതിലും കണ്ടാൽ എന്താ ഡിസ്ട്രിബ്യൂട്ടീവ് ന്യൂമറൽ. നിങ്ങൾ സിമ്പിൾ ആയിട്ട് പഠിക്കേ. ഇപ്പൊ ഡെഫിനിഷനും കാര്യങ്ങളൊക്കെ ഓർത്ത് അധികം ഇതാക്കണ്ട. എന്താ ഇപ്പോ ന്യൂമറൽ എന്ന് പറഞ്ഞാൽ എന്താ നമ്പേഴ്സ് ആണെന്ന് വിചാരിക്കുക. ഓക്കെ, ന്യൂമറൽ മീൻസ് നമ്പേഴ്സ്. ഓക്കെ, നമ്പേഴ്സ് കണ്ടാല് അത് ന്യൂമറൽ ആണ്. ന്യൂമറൽ തന്നെ ഉള്ളതാണ് ഡിഫിനൈറ്റും ഇൻഡിഫിനൈറ്റും ഡിസ്ട്രിബ്യൂട്ടീവ്. ഡിഫിനൈറ്റ് എന്ന് പറയുന്നത് നമ്പേഴ്സ് അല്ലെ. 1, 2, 3 എന്ന് കണ്ടാലും ഫസ്റ്റ് സെക്കൻഡ് എന്ന് കണ്ടാലും അതെന്താ ഡിഫിനൈറ്റ് ആണെന്ന് പറയാം. ഇപ്പോ ഇൻഡിഫിനൈറ്റ് എന്താ പറയാ? ഈച്ച്, എനി, മെനി, മോസ്റ്റ് ഇതൊക്കെ പറയുമ്പോൾ എന്താ ഇൻഡിഫിനൈറ്റ് ആണെന്ന് പറയാം. ഓക്കെ, ഡിസ്ട്രിബ്യൂട്ടീവ് നോക്കിയേ. ഈച്ച്, ഐദർ, നൈദർ ഇതെല്ലാം എന്താ ഡിസ്ട്രിബ്യൂട്ടീവ് ആണെന്ന് പറയാം. സിമ്പിൾ ആയിട്ട് പഠിക്കാം. ഓക്കെ, മനസ്സിലാക്കുക. അപ്പൊ ന്യൂമറൽ അഡ്ജക്റ്റീവ് ക്ലിയർ അല്ലേ? നെക്സ്റ്റ് നോക്കിയേ, ഡെമോൺസ്ട്രേറ്റീവ് അഡ്ജക്റ്റീവ്സ്. Demonstrative adjectives that directly indicates a person, thing, or few peoples and few things. The demonstrative adjectives words are that words are that, those, these, this, it, here, there, and over there. എന്താ നമ്മൾ നേരിട്ട് ഇൻഡിക്കേറ്റ് ചെയ്യുന്ന ചിലപ്പോൾ ഒരു തിങ് ആവാം, അല്ലെ ഒരു വസ്തു ആവാം, ഒരു വ്യക്തികളാവാം, കുറച്ച് പീപ്പിൾസ് ആവാം അല്ലെ. എന്താ ദിസ് എന്നൊക്കെ ഉപയോഗിക്കില്ല. ദിസ് എന്ന് പറഞ്ഞാൽ പോയിന്റ് ഔട്ട് ചെയ്യല്ലേ, ഒരാളെ പോയിന്റ് ഔട്ട് ആയിട്ട് നമ്മൾ പറയല്ലേ, ദിസ് ദാറ്റ് ഒക്കെ പോയിന്റ് ഔട്ട് ചെയ്ത് പറയല്ലേ. അതൊക്കെ എന്താ ഡയറക്ട്ലി അഡ്ജക്റ്റീവ്സ് ആണ്. അപ്പൊ വേർഡ്സ് നിങ്ങൾ നോക്കുക, ദിസ്, ദാറ്റ്, ദോസ് ഒക്കെ പറയുകയാണെങ്കിൽ എന്താ അത് ഡെമോൺസ്ട്രേറ്റീവ് അഡ്ജക്റ്റീവ്സ് ആണ്. എക്സാമ്പിൾ നോക്കിയാൽ ഗീവ് മീ ദാറ്റ് ബ്ലൂ വാട്ടർ ബോട്ടിൽ അല്ലെ, ദാറ്റ് അവിടെ ദാറ്റ് യൂസ് ചെയ്തപ്പോ എന്താ അത് ഡെമോൺസ്ട്രേറ്റീവ് അഡ്ജക്റ്റീവ്സ് ആണ് അല്ലെ. ദിസ് ടൈം ഐ വാണ്ട് ഫോർഗെറ്റ്, അപ്പൊ എന്താ ദിസ് അല്ലെ. I can't forget that incident. That incident എന്ന് പറഞ്ഞു അല്ലെ, പോയിന്റ് ഔട്ട് ചെയ്ത് പറഞ്ഞപ്പോ അതെന്താ ഡെമോൺസ്ട്രേറ്റീവ് അഡ്ജക്റ്റീവ് ആണ്. Can you eat all of those cakes? Those യൂസ് ചെയ്തല്ലേ, അപ്പൊ എന്താ പറയാ ഡെമോൺസ്ട്രേറ്റീവ് അഡ്ജക്റ്റീവ് ആണ്. അഡ്ജക്റ്റീവ് ക്ലിയർ ആയോ? എല്ലാരും റിപ്ലൈ ചെയ്തേ, ക്ലിയർ ആണോ? ക്ലിയർ അല്ലേ എല്ലാവർക്കും? ഓക്കെ, നമുക്ക് നെക്സ്റ്റ് നോക്കാം. പോസസീവ് അഡ്ജക്റ്റീവ്. ഇവിടെ പോസിറ്റീവ് അല്ല, പോസസീവ് ആണ്. മിസ്റ്റേക്ക് ആണ്, ക്ലിയർ ആയി തരാം. Possessive adjective is placed before a noun or a pronoun is in a sentence to express the ownership. അല്ലെ, ഓണർഷിപ്പിനെ സൂചിപ്പിക്കാൻ വേണ്ടി യൂസ് ചെയ്യുന്നതാണ് പോസസീവ് ഒബ്ജക്റ്റീവ് എന്ന് പറയുന്നത്. പോസസീവ് എന്ന് പറയുമ്പോൾ തന്നെ ഓണർഷിപ്പ് ആണ് പെട്ടെന്ന് മനസ്സിലാക്കുക. ഓക്കെ, അതിനുള്ള എക്സാമ്പിൾ നോക്കിയേ. മൈൻ, അവർ, അവേഴ്സ്, യോഴ്സ്, യുവർ അല്ലെ, ഇതൊക്കെ വരാൻ എന്താ പറയാ പോസസീവ് ഒബ്ജക്റ്റീവ് ആണെന്ന് പറയാം അല്ലെ. മൈ കമ്പ്യൂട്ടർ ഈസ് വർക്കിംഗ് ഇൻ ബെറ്റർ കണ്ടീഷൻ, മൈ അല്ലെ. അപ്പൊ എന്താ അവിടെ അത് പോസസീവ് ആണെന്ന് പറയാം അല്ലെ.
Those books are mine. Mine use ചെയ്തല്ലേ? അപ്പൊ എന്താ അതും possessive ആണ്. This is our mistake. Our അല്ലേ? This is her house. Her use ചെയ്തല്ലേ? That bag is his എന്ന് പറയാം. അതും his അല്ലെങ്കിൽ വേർഡ്സ് വരുമ്പോഴത്തേക്ക് അത് possessive adjective ആണെന്ന് മനസ്സിലാക്കാം. ഓക്കെ, നെക്സ്റ്റ് എന്താ? ഇന്റർഗേറ്റീവ്. ഇന്റർഗേറ്റീവ് adjective നമുക്ക് പറയാലോ. ഇന്റർഗേറ്റീവ് നമ്മൾ നേരത്തെ പഠിച്ചല്ലേ. അപ്പൊ എന്താ? ക്വസ്റ്റ്യൻസ് ആണല്ലേ. ക്വസ്റ്റ്യൻസ് വരുന്നതിനൊക്കെ എന്താ? ഇന്റർഗേറ്റീവ് adjective ആണെന്ന് പറയാം. എന്തൊക്കെയാ? വാട്ട്, വേർ, ഹൂസ്, വൈ, വെൻ, ഹൗ, അതല്ലേ ക്വസ്റ്റ്യൻസ് അല്ലേ അതൊക്കെയാ. അപ്പോ എന്താ? അതെല്ലാം നമുക്ക് ഇന്റർഗേറ്റീവ് adjective ആണെന്ന് പറയാം. വാട്ട് ടൈം ഈസ് യുവർ ഫ്ലൈറ്റ് അല്ലെ? ക്വസ്റ്റ്യൻ അല്ലേ അവിടെ ചോദിച്ചേ അല്ലെ? വാട്ട് യൂസ് ചെയ്ത ക്വസ്റ്റ്യൻ ചോദിച്ചല്ലേ? അപ്പൊ എന്താ? അത് ഇന്റർഗേറ്റീവ് adjective ആണ്. സ്പീഡ് കൂടുന്നുണ്ടോ? ഓക്കെ, നമുക്ക് ആദ്യമൊത്തം അതുകൊണ്ട് ജസ്റ്റ് നോക്കാം കഴിഞ്ഞിട്ട്. ഓക്കെ, അപ്പൊ ഇന്റർഗേറ്റീവ് എന്ന് പറയുന്നത് ക്വസ്റ്റ്യൻ ആണ്. സിമ്പിൾ ആയിട്ട് മനസ്സിലാക്കാം. ഡിസ്ട്രിബ്യൂട്ടീവ് എന്ന് പറയുന്നത് എന്താ? A distributive adjective is an adjective that is generally used to distribute a particular group as an individual and is used with a singular noun. Noun അല്ല, അവിടെ noun ആണ്. അപ്പൊ എന്താ? Each, every, either, neither, one, none, both ഒക്കെ യൂസ് ചെയ്യില്ല എന്ന് വെച്ചാൽ ഒരു സെന്റൻസ് കാണുമ്പോൾ നിങ്ങൾക്ക് നോക്കാം. ഈച്ച് ഓഫ് ദ മേജർ പ്രൊഫഷണലി ട്രെയിൻഡ് പെർഫോമർ. അത് ഈച്ച് ഓഫ് ദ, അത് തെറ്റാണ് അവിടെ. ആ സെന്റൻസിന് മിസ്റ്റേക്ക് ഉണ്ട്. ഈച്ച് ഓഫ് ദം ആണ്. ഈച്ച് ഓഫ് ദം is a professionally trained performer. കാരണം എന്താ? എല്ലാവരെയും പറയുന്നുണ്ടല്ലേ അതില്. അപ്പൊ എന്താ? ഓരോരുത്തരും യൂസ് ചെയ്തല്ലേ? ഈച്ച് എന്ന് പറയുന്ന ഓരോരുത്തരും അല്ലെ? ഇൻഡിവിജ്വലി പറഞ്ഞു അല്ലെ? അപ്പൊ എന്താ? അത് ഡിസ്ട്രിബ്യൂട്ടീവ് adjective ആണ് നമുക്ക് പറയാം. Tell me every single detail regarding this case. അപ്പോഴും പറയും every അല്ലെ? അല്ലെ? ഈച്ച് ആൻഡ് എവരി എന്ന് പറയില്ലേ? അപ്പൊ ഓരോന്നിനെയും കുറിച്ച് പറയുമ്പോൾ എന്താ? ഇൻഡിവിജ്വൽ ആയിട്ട് ഇവിടെ യൂസ് ചെയ്താൽ എന്താ പറയാ? അത് ഡിസ്ട്രിബ്യൂട്ടീവ് adjective ആണ്. എന്തേ ഡൗട്ട് ഉണ്ടോ? ക്ലിയർ ആണോ? എല്ലാവർക്കും മനസ്സിലായോ? adjective ഇതാണ് adjective എന്ന് പറയുന്നത്. ഡൗട്ട് ഉണ്ടോ? പറയൂ. കാരണം adjective കഴിഞ്ഞു. ഡൗട്ട് ഉണ്ടെങ്കിൽ നമുക്ക് ഇപ്പൊ തന്നെ ക്ലിയർ ചെയ്ത് പോകാം. ആരും മിണ്ടാതെ വന്നു. റിപ്ലൈ പറയൂ, റിപ്ലൈ തരൂ. മനസ്സിലായില്ല ആർക്കും? ഹലോ, ആരെന്താ കുറച്ച് ക്ലിയർ ആയില്ല. ഒന്നുകൂടെ പറയാം. സ്പീഡ് കൂടുതലാണോ? ഓക്കെ, ഒന്നുകൂടെ പറയുന്നത്. ഓക്കെ, ജസ്റ്റ് ഒന്നുകൂടെ നമുക്കൊന്ന് ക്ലിയർ ചെയ്ത് പോവാം. adjective എന്താ? ശ്രദ്ധിച്ചിരിക്കാം. ഓക്കെ, adjective എന്താ? നമുക്ക് ഇപ്പൊ ഒരു നൗണോ, നൗൺ എന്ന് വെച്ചാൽ എന്താ? ഒരു നാമത്തെയോ അല്ലെ ഒരു നാമവിശേഷണത്തെയോ, അങ്ങനെ പക്കാ മലയാളം പറഞ്ഞത് പെട്ടെന്ന് ക്ലിയർ ആവില്ല. നൗൺ എന്ന് യൂസ് ചെയ്യണം എന്താ? നമുക്കൊരു വ്യക്തിനൊക്കെ പറയാല്ലേ? നമുക്ക് എന്തെങ്കിലും ഒരു സാധനത്തിനെ കുറച്ചുകൂടി എക്സ്പ്രസ് ചെയ്തോ മോഡിഫൈ ചെയ്തോ പറയണമെന്നുണ്ടെങ്കിൽ നമ്മൾ അവിടെ എന്താ യൂസ് ചെയ്യണ്ടേ? adjective യൂസ് ചെയ്യണം അല്ലേ? അപ്പൊ adjective എന്താ? ഒരു വസ്തുവിനെയോ അല്ലെങ്കിൽ പേഴ്സണെയോ എന്താ കുറച്ചുകൂടെ എക്സ്പ്രസ് ചെയ്ത് മോഡിഫൈ ചെയ്യാനായിട്ട് പറയാൻ വേണ്ടി നമുക്കത് യൂസ് ചെയ്യാം. ഇപ്പൊ എന്താ? ഹീസ് എ ഗുഡ് ബോയ്, ഹീസ് എ ബ്യൂട്ടിഫുൾ ഗേൾ അല്ലെ? അവരൊരു സുന്ദരനായ കുട്ടിയാണ്. അപ്പൊ അവിടെ ഒരു ബ്യൂട്ടിഫുൾ ഒന്നല്ലേ? ബ്യൂട്ടിഫുൾ എന്നൊക്കെ പറയുന്നത് എന്താ? adjectives ആണ്. ഓക്കെ, കാരണം എന്താ? കുറച്ചുകൂടെ എക്സ്പ്രസ് ചെയ്യാനല്ലേ? എക്സ്പ്രസ് അല്ല, കുറച്ചുകൂടെ ഡിസ്ക്രൈബ് ചെയ്യാനും. adjective meaning എന്താ? adjective meaning ആണ് ഞാൻ പറയുന്നത്. എന്താ? നമ്മൾ ഒരു noun adjective പക്കാ മീനിങ് എന്താ പറയാ? ഇപ്പൊ adjective നമ്മൾ ഉദ്ദേശിക്കുന്നത് കുറച്ചുകൂടെ ഒരാളെ കുറിച്ച് നമുക്ക് കുറച്ചുകൂടെ എക്സ്പ്രസ് ചെയ്യാനും അല്ലെ? അതിനെ കുറച്ചുകൂടെ നമുക്ക് അതിനെ കുറച്ചുകൂടെ ഇൻഫർമേഷൻ ഒക്കെ കൊടുക്കാനൊക്കെ ആയിട്ട് നമുക്ക് എന്താ? adjective യൂസ് ചെയ്യാം. മനസ്സിലായില്ലേ? adjective എന്തെന്ന് മനസ്സിലായില്ലേ ഇപ്പോ? അപ്പോൾ അതിന്റെ ടൈപ്സ് ഉണ്ട് അല്ലേ? എത്ര ടൈപ്സ് ഉണ്ട്? 8 ടൈപ്പ് adjectives ഉണ്ട് അല്ലേ?
ഫസ്റ്റ് ഏതാ? പ്രോപ്പർ. നമ്മൾ പ്രോപ്പർ നൗൺ പഠിച്ചില്ലേ, അതിന്റെ തന്നെ ഏകദേശം സെയിം ആണ് എന്താ പ്രോപ്പർ അഡ്ജക്റ്റീവ് എന്ന് പറയുന്നത്. അഡ്ജക്റ്റീവ് എന്ന് പറയുന്നത് വിശേഷണം എന്ന് നിങ്ങൾക്ക് വേണ്ടി പറയാം. വിശേഷണം വിശേഷിപ്പിക്കുന്ന ഒന്നല്ലേ. ഒരു സാധനത്തിനെയോ അല്ലെങ്കിൽ ഒരു വസ്തുവിനെയൊക്കെ വിശേഷിപ്പിക്കുന്നതാണ് അഡ്ജക്റ്റീവ്. അപ്പൊ എന്താ അഡ്ജക്റ്റീവ് എന്ന് പറയുന്നത് വിശേഷണമാണ് അല്ലെ. പക്ക മലയാളം വിശേഷണം എന്ന് പറയാം. അപ്പൊ അഡ്ജക്റ്റീവ് എന്താണെന്ന് മനസ്സിലായി. ഇനിയിപ്പോ അതിന്റെ ഡിഫറെന്റ് ടൈപ്സ് എന്തൊക്കെയാണെന്നും നമ്മൾ നോക്കി അല്ലെ. കുറച്ചുകൂടെ ക്ലിയർ ചെയ്ത് ഞാൻ പറഞ്ഞത്. പ്രോപ്പർ അഡ്ജക്റ്റീവ്, പ്രോപ്പർ നൗൺ എന്താ നമ്മൾ യൂസ് ചെയ്തത്? പ്രോപ്പർ ആയിട്ട് ഓരോ നെയിംസ് കൊടുത്ത് അല്ലെ. കൺട്രിക്ക് എന്താ ഒരു കൺട്രി എന്ന് പറഞ്ഞാൽ ഒരുപാട് കൺട്രീസ് ഉണ്ട്. അപ്പൊ പ്രോപ്പർ നെയിം കൊടുത്തു, ഇന്ത്യ എന്ന് കൊടുത്തു. അപ്പൊ അതിന്റെ പ്രോപ്പർ അഡ്ജക്റ്റീവ് ചോദിക്കുകയാണെങ്കിൽ നിങ്ങൾ ഇത് പറയും, ഇന്ത്യൻ എന്ന് പറയും അല്ലെ. ഇന്ത്യൻ. അമേരിക്കൻ അല്ലെ. ഷേക്സ്പിയർ, അതിൽ വന്നാണ് ഷേക്സ്പീരിയൻ അല്ലെ. അപ്പൊ എന്താ ഒരു പ്ലേസിൽ നിന്നും ഒരു വസ്തുവിൽ നിന്നും എന്തൊക്കെയാ വരാ, നമുക്ക് അതിൽ നിന്നൊക്കെ ഒരു പ്രോപ്പർ അഡ്ജക്റ്റീവ് കിട്ടും. നോക്കിയേ, proper adjective is a word that modifies nouns and pronouns is formed from the proper noun. കണ്ട proper noun എന്നാണ് ഫോം ചെയ്ത് വരുന്നത് അല്ലെ. proper noun adjectives such as names of people, place or organization. നമുക്ക് ഒരു വ്യക്തികളുടെ നെയിമിൽ നിന്നോ അല്ലെങ്കിൽ പ്ലേസിൽ നിന്നോ ഓർഗനൈസേഷനിൽ നിന്നോ ഒക്കെ നമുക്ക് എന്താ ഈ പ്രോപ്പർ അഡ്ജക്റ്റീവ് കിട്ടും. സിമ്പിൾ അല്ലേ. ഇന്ത്യ എന്ന് പറയുമ്പോൾ ഇന്ത്യൻ അല്ലേ. സിമ്പിൾ അല്ലതൊക്കെ പ്രോപ്പർ അഡ്ജക്റ്റീവ് മനസ്സിലായില്ലേ? അപ്പോ പറഞ്ഞേ, മനസ്സിലായോ? പ്രോപ്പർ അഡ്ജക്റ്റീവ് എന്താന്ന് മനസ്സിലായില്ലേ? ക്ലിയർ അല്ലേ? യെസ്, ക്ലിയർ ആണ്. ഓക്കെ, അപ്പൊ ഡിസ്ക്രിപ്റ്റീവ് നോക്കിയ അടുത്തത്. ഡിസ്ക്രിപ്റ്റീവ് ഡിസ്ക്രൈബ് ചെയ്യുക. ജസ്റ്റ് അങ്ങനെ മനസ്സിലാക്കാം. ഡിസ്ക്രൈബ് ചെയ്യുക. ഡിസ്ക്രൈബ് എന്ന് പറയുമ്പോൾ എന്താ തന്നെയാ കുറച്ചുകൂടെ അതിനെ കുറച്ചുകൂടെ എക്സ്ട്രാ ആയിട്ട് വിശേഷിപ്പിക്കുക അല്ലെ. ഡിസ്ക്രൈബ് എന്നൊക്കെ പറഞ്ഞാൽ എല്ലാം സെയിം ആണ് അല്ലെ. വിശേഷണങ്ങളൊക്കെ തന്നെയാണ് അല്ലെ. ഡിസ്ക്രൈബ് ചെയ്യുക. ഡിസ്ക്രൈബ് ചെയ്യാൻ ഉപയോഗിക്കുന്നതാണ് എന്താണ് ഡിസ്ക്രിപ്റ്റീവ് അഡ്ജക്റ്റീവ് എന്ന് ജസ്റ്റ് സിമ്പിൾ ആയിട്ട് മനസ്സിലാക്കി വെക്കുക. ഓക്കെ, അതിന്റെ ഒരു വസ്തുവിന്റെ ക്വാളിറ്റിയെയും നമുക്കത് പറയാം. ക്വാളിറ്റി അല്ലെ. അപ്പൊ എന്താ ഇവിടെ എക്സാമ്പിൾ ടോൾ ട്രീ, ഉയരമുള്ള ട്രീ ആണെന്ന് പറഞ്ഞു അല്ലെ. അതെന്താ കുറച്ച് ഡിസ്ക്രൈബ് ചെയ്യുകയല്ലേ ചെയ്തേ. ആ മരത്തിനെ നമ്മൾ ഡിസ്ക്രൈബ് ചെയ്തു. അത് ചെറുതോ വലുതോ ആണോ നമുക്കറിയില്ല. ഒരു ട്രീ എന്ന് പറയുമ്പോൾ നമുക്കതിനെ ചെറിയ മരമാണോ അല്ലെങ്കിൽ വലിയ മരമാണോ നമുക്കത് നമുക്കത് പറയാൻ പറ്റില്ല. മരമിനെ നമ്മൾ മരം മാത്രമേ ഉദ്ദേശിക്കുള്ളൂ അല്ലെ. അപ്പൊ അതിനെ കുറച്ച് ഡിസ്ക്രൈബ് ചെയ്ത് പറഞ്ഞപ്പോഴോ ടോൾ ട്രീ ആണെന്ന് പറഞ്ഞപ്പോഴോ ഓക്കെ, ക്ലിയർ ആണ്. അപ്പൊ എന്താ അത് ഒരു ഉയരമുള്ള മരമാണെന്ന് മനസ്സിലായി അല്ലെ. അപ്പൊ അതിനെന്താ ആ മരത്തിനെ കൂടുതലും വിശേഷിപ്പിച്ചു, ഡിസ്ക്രൈബ് ചെയ്തു അല്ലെ. അപ്പൊ ഡിസ്ക്രിപ്റ്റീവ് അഡ്ജക്റ്റീവ് എന്താ കുറച്ച് ഡിസ്ക്രൈബ് ചെയ്യുന്ന ഒന്നാണ് ഡിസ്ക്രിപ്റ്റീവ് അഡ്ജക്റ്റീവ്. ഇപ്പൊ ദിസ് ഇസ് എ റൗണ്ട് ടേബിൾ. നമുക്ക് വേണമെങ്കിൽ ടേബിൾ ദിസ് ഇസ് എ ടേബിൾ ആണെന്ന് പറയാം. അപ്പൊ നമുക്കത് അറിയില്ല അത് റൗണ്ട് ടേബിൾ ആണോ സ്ക്വയർ ടേബിൾ ആണോ അല്ലെ, ചെറിയ ടേബിൾ ആണോ വലിയ ടേബിൾ ആണോ നമുക്കറിയില്ല അല്ലെ. അപ്പൊ അതിനെന്താ കുറച്ചുകൂടി ഡിസ്ക്രൈബ് ചെയ്ത് അല്ലെ. റൗണ്ട് ടേബിൾ ആണെന്ന് പറഞ്ഞപ്പോ നമുക്ക് കുറച്ചുകൂടി ക്ലിയർ ആയത് അതൊരു റൗണ്ട് ടേബിൾ ആണ് അല്ലെ. അപ്പൊ കുറച്ചുകൂടി ക്ലിയർ ആയത് നമുക്ക് അല്ലെ. അതാണ് ഡിസ്ക്രിപ്റ്റീവ് അഡ്ജക്റ്റീവ്. ക്ലിയർ ആയോ? പറയൂ, ക്ലിയർ ആണോ? യെസ്. നെക്സ്റ്റ് നോക്കി ക്വാണ്ടിറ്റേറ്റീവ് അഡ്ജക്റ്റീവ്. ക്വാണ്ടിറ്റി എന്ന് നമുക്ക് പറയാൻ വേണമെങ്കിൽ അല്ലെ. ഈ അഡ്ജക്റ്റീവ് സൂചിപ്പിക്കാൻ എന്താ ക്വാണ്ടിറ്റി ആണ് അല്ലെ. ക്വാണ്ടിറ്റി പറയുമ്പോൾ നമുക്ക് എന്തോ ആവാം അല്ലെ. മെനി ആണെന്ന് പറയാം. മെനി നമുക്ക് എല്ലാം നമ്മൊരു വസ്തുവിനെയുള്ള പറയുമല്ലേ. മെനിയൊക്കെ യൂസ് ചെയ്യാം. ഒരുപാടുണ്ടല്ലേ എന്നൊക്കെ പറയില്ലേ. ഒരുപാടുണ്ട്, ഇപ്പൊ കുറെ ഉണ്ട്, കുറച്ചുണ്ട്, കുറച്ചുകൂടെ ഉണ്ട് അല്ലെ. അങ്ങനെയൊക്കെ പറയില്ല. അപ്പൊ ഇതെന്താ നമുക്കത് ഒരു ക്വാണ്ടിറ്റി ആണ് നമ്മൾ പറയുന്നത് അല്ലെ. എണ്ണത്തെയോ അല്ലെ ക്വാണ്ടിറ്റി ആണെന്ന് പറയാം അല്ലെ. ഇപ്പൊ നമുക്ക് എന്താ കുറച്ച് കല്ലുകൾ നമ്മുടെ കയ്യിൽ വെച്ചിട്ട് അതിനെ ഇപ്പൊ നമ്മൾ ജസ്റ്റ് അതൊരു 10 കല്ലുണ്ടെന്ന് പറയാം അല്ലെ. വേണമെങ്കിൽ നമുക്ക് അതിൽ കുറച്ച് കല്ലുകൾ ഉണ്ടെന്ന് പറയാം അല്ലെ. അപ്പൊ കുറച്ച് എന്ന് യൂസ് ചെയ്യാം അവിടെ വേട്. അതൊക്കെയാണ് എന്താ ക്വാണ്ടിറ്റിനെ സൂചിപ്പിക്കുന്നതാണ് ക്വാണ്ടിറ്റേറ്റീവ് അഡ്ജക്റ്റീവ് എന്ന് പറയുന്നത്. ഓക്കെ, ഇപ്പൊ ഒരു സെന്റൻസ് തന്നിട്ട് അതിൽ ചിലപ്പോ നമ്പേഴ്സ് കൊടുത്തിട്ടുണ്ടാവും അല്ലെ. ഒരു സെന്റൻസിൽ ഇപ്പോ നമ്പേഴ്സ് കൊടുത്തിപ്പോ ഹി കോൾഡ് ട്വൈസ് എന്ന് പറഞ്ഞിട്ട് അത് ഏത് അഡ്ജക്റ്റീവ് ആണെന്ന് കണ്ടുപിടിക്കാൻ പറയുകയാണെങ്കിൽ അതിലെന്താ ചിലപ്പോ എന്താ പ്രോപ്പർ അഡ്ജക്റ്റീവ്ന്നോ അങ്ങനെ കുറച്ച് അഡ്ജക്റ്റീവ് തരാം. എക്സാമ്പിൾ പ്രോപ്പർ അഡ്ജക്റ്റീവോ ഡിസ്ക്രിപ്റ്റീവ് അഡ്ജക്റ്റീവ് പൊസസീവ് അഡ്ജക്റ്റീവ് ന്യൂമറൽ അഡ്ജക്റ്റീവ് എന്ന് പറഞ്ഞു വിചാരിക്കും
അപ്പൊ നിങ്ങൾ ഏത് അഡ്ജക്റ്റീവ് ആയിട്ട് എടുക്കുക? നമുക്ക് ന്യൂമറിൽ എടുക്കാം അല്ലെ? എന്താ അവിടെ ട്വൈസ് യൂസ് ചെയ്തുകൊണ്ട് നമുക്ക് ന്യൂമറിൽ എടുക്കാം. അപ്പൊ ഈ ക്വാണ്ടിറ്റേറ്റീവും ന്യൂമറിലും ഏകദേശം സെയിം ആണെന്ന് നമുക്ക് വേണമെങ്കിൽ പറയാം. അത് ഒരു ക്വസ്റ്റ്യൻ തരുമ്പോൾ അതിന്റെ ഏതൊക്കെ ഓപ്ഷൻസ് ഉണ്ടെന്ന് നോക്കിയിട്ട് നമുക്ക് ആ ഓപ്ഷൻ ആഡ് ചെയ്യാൻ പറ്റും. അപ്പൊ ക്വാണ്ടിറ്റി എന്ന് പറയുന്നത് ക്വാണ്ടിറ്റിയെ സൂചിപ്പിക്കുന്ന ഒന്നാണ് ക്വാണ്ടിറ്റേറ്റീവ് അഡ്ജക്റ്റീവ്. അത് മനസ്സിലായില്ലേ? അതുപോലെ എന്താ ന്യൂമറൽ, എണ്ണത്തെ അല്ലെ, എണ്ണത്തെ സൂചിപ്പിക്കുന്ന ഒന്നാണ് ന്യൂമറൽ. എണ്ണം നമുക്ക് എന്ത് വേണമെങ്കിലും പറയാം. ഇപ്പൊ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ 1 2 3 എന്ന് പറയാം, എന്താണ് ഫസ്റ്റ് സെക്കൻഡ് തേർഡ് എന്ന് പറയാം. ഇപ്പോ കുറച്ച് അല്ലെ, കുറച്ച് ഇപ്പൊ നമ്മൾ പറഞ്ഞ പോലെ മെനി, മോസ്റ്റ്, മച്ച്, സെവറൽ, അതൊക്കെ ഉപയോഗിച്ച് നമുക്ക് എണ്ണത്തെ പറയാം അല്ലെ. അപ്പൊ അതൊക്കെ എന്തിൽ പെടും? ന്യൂമറലിൽ പെടും, നമ്പേഴ്സിൽ പെടും അല്ലെ. ന്യൂമറൽ അഡ്ജക്റ്റീവ് എന്ന് പറയാം. അപ്പൊ ന്യൂമറൽ അഡ്ജക്റ്റീവും ഏകദേശം ഡിസ്ക്രിപ്റ്റീവ് അഡ്ജക്റ്റീവും ഏകദേശം സെയിം ആണെന്ന് നമുക്ക് പറയാം. നമുക്ക് ജസ്റ്റ് മനസ്സിലാക്കി പഠിക്കാം. അപ്പോ ന്യൂമറലും ഡിസ്ക്രിപ്റ്റീവും മനസ്സിലായോ? ക്വാണ്ടിറ്റേറ്റീവ് ന്യൂമറലും ക്ലിയർ അല്ലേ? ഓക്കെ, നെക്സ്റ്റ് നോക്കിയേ, ഡെമോൺസ്ട്രേറ്റീവ്. ഡെമോൺസ്ട്രേറ്റീവ് എന്താ? ഡെമോൺസ്ട്രേറ്റ് ഇപ്പൊ നമ്മൾ ഒരു സാധനത്തെ ചൂണ്ടിക്കാട്ടി നമ്മൾ പറയില്ലേ, അപ്പൊ എന്താ ഒരു പോയിന്റ് ഔട്ട് ചെയ്ത് ഇങ്ങനെ പറയില്ലേ ചെയ്യാ. ദിസ് ഇസ് എ ക്യാറ്റ് അല്ലെ, എന്താ ദിസ് ഗിവ് മി ദാറ്റ് ബ്ലൂ പെൻ, ഗിവ് മി ദാറ്റ് ബുക്ക് എന്നൊക്കെ പറയില്ല. അപ്പൊ എന്താ ആ ബുക്ക് തന്നെ വേണം അല്ലെ. അപ്പൊ ഇതൊരു പോയിന്റ് ഔട്ട് ചെയ്തല്ലേ പറയുന്നത്, ഗിവ് മി ദ ബുക്ക് എന്നല്ല. അപ്പൊ ഏത് ബുക്ക് വേണ്ടിയാവും, ഗിവ് മി ദാറ്റ് ബുക്ക് എന്ന് പറയാം. അപ്പൊ ഇത് പോയിന്റ് ഔട്ട് ചെയ്ത് പറയാം അല്ലെ. അപ്പൊ അതെന്താ ഡെമോൺസ്ട്രേറ്റീവ് അഡ്ജക്റ്റീവ് ആണെന്ന് പറയാം. പോയിന്റ് ഔട്ട് ചെയ്യുന്നതും ഇപ്പോ ഡെമോൺസ്ട്രേറ്റീവ് അഡ്ജക്റ്റീവ് ആണ്. ക്യാൻ യു ഈറ്റ് ഓൾ ഓഫ് ദോസ് കേക്ക്, ആ കേക്കുകൾ അല്ലെ, ദോസ് കേക്ക് അല്ലേ. അപ്പൊ അതെന്താ, അതും പോയിന്റ് ഔട്ട് ചെയ്യില്ല, കേക്കിനെ പോയിന്റ് ഔട്ട് ചെയ്തെന്ന് പറയാം അല്ലെ. അപ്പൊ അതെന്താ ഡെമോൺസ്ട്രേറ്റീവ് അഡ്ജക്റ്റീവ് ആണ്. അതിൽ വരുന്ന വേർഡ്സ് മനസ്സിലാക്കി വെക്കാം, ദാറ്റ്, ദിസ്, ദോസ് അല്ലെ, അതൊക്കെ മനസ്സിലാക്കി വെക്കാം. അതാണ് ഡെമോൺസ്ട്രേറ്റീവ് അഡ്ജക്റ്റീവ് എന്ന് പറയുന്നത്. പോസസീവ് നോക്കി, പോസസീവ് നമുക്ക് ഇപ്പൊ നമ്മുടെ ഓണർഷിപ്പിനെ പറയാം അല്ലെ. ഓണർഷിപ്പ് നമ്മുടെയോ ആരുടെയെങ്കിലും ഓണർഷിപ്പ് പറയാം. ഓണർഷിപ്പിനെ സൂചിപ്പിക്കുന്നതാണ് എന്താ പോസസീവ് അഡ്ജക്റ്റീവ് എന്ന് പറയുന്നത്. ദിസ് ഇസ് അവർ മിസ്റ്റേക്ക്, ഇത് എന്റെ മിസ്റ്റേക്ക് ആണ് അല്ലെ, എനിക്ക് പറ്റിയ മിസ്റ്റേക്ക് ആണ്, ഞാൻ സംഭവിച്ചത് എന്റെ മിസ്റ്റേക്ക് ആണ്. അതിലെന്താ പോസസീവ് ആണെന്ന് പറയാം. കാരണം എന്താ അവിടെ അവർ എന്നാ യൂസ് ചെയ്തല്ലേ, അപ്പൊ അത് പോസസീവ് ആണ്. പിന്നെന്താ ദോസ് ബുക്സ് ആണ്, ആ ബുക്കുകൾ എന്റെ ആണ് അല്ലെ, എന്റെ അല്ലേ അത് അല്ലെ. പിന്നെന്താ മൈ കമ്പ്യൂട്ടർ ഈസ് വർക്കിംഗ് ഇൻ ബെറ്റർ കണ്ടീഷൻ, എന്റെ കമ്പ്യൂട്ടർ അല്ലെ അല്ലെ. പിന്നെ ദിസ് ഇസ് ഹർ ഹൗസ്, ഇത് അവളുടെ ഹൗസ് ആണ്, അത് വേറെ ആരുടെ അല്ല, അത് അവളുടെ ഹൗസ് ആണ് അല്ലെ, അത് അവളുടെ ഓണർഷിപ്പ് ആണ് യൂസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ ഓണർഷിപ്പിനൊക്കെ യൂസ് ചെയ്യുന്നത് എന്താ പോസസീവ് അഡ്ജക്റ്റീവ് ആണെന്ന് പറയാം. ആ വേർഡ്സ് നിങ്ങൾ ഓർത്ത് വെച്ചാൽ മതി. ഓക്കെ, മൈൻ, മൈൻ, അതൊക്കെ എന്റെ അല്ലെ, അവന്റെ അല്ലെ, അതൊക്കെ അങ്ങനത്തെ ഒരു ഓണർഷിപ്പിനെ ബേസ് ചെയ്തല്ലേ. അത് സെന്റൻസിൽ ഓണർഷിപ്പ് ഉണ്ടോന്ന് കൂടെ ചെക്ക് ചെയ്യാം. ഓക്കെ, അത് അങ്ങനെ വരുന്ന സെന്റൻസ് ആണ് എന്താ പോസസീവ് അഡ്ജക്റ്റീവ് എന്ന് പറയുന്നത്. ഓക്കെ, ഇൻട്രോഗേറ്റീവ് എന്ന് കേൾക്കുമ്പോൾ തന്നെ ചിന്തിക്കാത്ത ക്വസ്റ്റ്യൻസ് ആയിരിക്കും, വേറൊന്നും ചിന്തിക്കേണ്ട ക്വസ്റ്റ്യൻസ് ആയിരിക്കും. നമ്മൾ എനിക്ക് മുന്നേ പഠിച്ചത് ഇൻട്രോഗേറ്റീവ് അല്ലെ. അപ്പൊ എന്താ അത് ക്വസ്റ്റ്യൻസ് ആണ്. ഇൻട്രോഗേറ്റീവ് ആണ് പഠിച്ചു, അതെന്താ ക്വസ്റ്റ്യൻസ് അല്ലേ വന്നേ, വാട്ടക്കല്ലേ വന്നേ. അപ്പൊ എന്താ ക്വസ്റ്റ്യൻസ് വരുന്ന സെന്റൻസ് കണ്ടാല് അതിന് ഓപ്ഷൻസ് താഴെ ഉണ്ടെങ്കിൽ ഇൻട്രോഗേറ്റീവ് അഡ്ജക്റ്റീവ് എന്ന ഓപ്ഷൻ ഉണ്ടെങ്കിൽ അവിടെ എന്താ ഏതായിരിക്കും ആൻസർ, ഇൻട്രോഗേറ്റീവ് അഡ്ജക്റ്റീവ് ആയിരിക്കും ആൻസർ വരാം. ഓക്കെ, ഇൻട്രോഗേറ്റീവ് അഡ്ജക്റ്റീവ് ക്ലിയർ ആയെന്ന് വിശ്വസിക്കുന്നു. നെക്സ്റ്റ് എന്താ ഡിസ്ട്രിബ്യൂട്ടീവ് എന്ന് പറയുന്നത് എന്താ, ഒരു സെന്റൻസിൽ ഇപ്പോ ചിലപ്പോ ഒരു കൂട്ടം ആൾക്കാരായിരിക്കും പറയാം, പക്ഷെ അവർ ഒന്നിച്ച് പറയാണ്ട് അവർ ഓരോരുത്തരെയും മെൻഷൻ ചെയ്യില്ല, പക്ഷെ എന്നാലും പറയും അവിടെ ആ ഓരോരുത്തരും നന്നായിരുന്നു. ഇപ്പൊ നമ്മുടെ ഡാൻസ് ഒരു ഗ്രൂപ്പ് ഡാൻസ് കളിച്ചത് കണ്ടിട്ടില്ല ചോ, അപ്പൊ നമ്മൾ പറയണം അത് നല്ലായിരുന്നു അല്ലെ, അവരെല്ലാവരും നല്ലായിരുന്നു എന്ന് പറയാണ്ട് ആ ഓരോരുത്തരും ആ കളിച്ച ഓരോരുത്തരും നന്നായി കളിച്ചു എന്ന് പറയാല്ലേ അല്ലെ. അപ്പോൾ എന്താ ഇൻഡിവിജ്വലി നമ്മൾ പയ്യെങ്കിലും മെൻഷൻ ചെയ്യുന്നുണ്ട് അല്ലെ. അപ്പൊ അങ്ങനെ വരുന്നതിനാ ഡിസ്ട്രിബ്യൂട്ടീവ് അഡ്ജക്റ്റീവ് ആയിട്ട് പറയാം. അതിന് ആ വേർഡ്സ് നിങ്ങൾ ഓർത്ത് വെക്കുക. ഈച്ച്, എവരി, നൈദർ അല്ലെ, ബോത്ത്, അവർ രണ്ടുപേരും, ബോത്ത് അല്ലെ, അവർ രണ്ടുപേരും നന്നായിരുന്നു എന്ന് പറയാം, ബോത്ത് യൂസ് ചെയ്യാം. അതൊക്കെ എന്താ ഡിസ്ട്രിബ്യൂട്ടീവ് അഡ്ജക്റ്റീവ് ആണെന്ന് പറയാം.
ക്ലിയർ ആയോ? നമുക്ക് കുറച്ച് എക്സാമ്പിൾസുകൾ നോക്കാം, എന്നിട്ട് നിങ്ങൾ നോക്കാം ക്ലിയർ ആണോ, ഡൗട്ട് ഉണ്ടോ എന്നൊക്കെ നോക്കാം. ഓക്കെ, ദിസ് മാർക്കറ്റ് ഈസ് വെൽ നോൺ ഇൻ ദ ഹോൾ സിറ്റി. എന്താ പറയാ? ദിസ് മാർക്കറ്റ് ഈസ് വെൽ നോൺ ഇൻ ദ ഹോൾ സിറ്റി. ന്യൂമറൽ ആണോ ഡിസ്ട്രിബ്യൂട്ടീവ് ആണോ? ന്യൂമറൽ, ഡിസ്ട്രിബ്യൂട്ടീവ്, ക്വാണ്ടിറ്റേറ്റീവ്, ഡെമോൺസ്ട്രേറ്റീവ്. This market is well known in the whole city. ഏതാ വരാ? ഡെമോൺസ്ട്രേറ്റീവ് ആണ്. എന്തുകൊണ്ട് അങ്ങനെ പറയാൻ കാരണം? പോയിന്റ് ഔട്ട് ചെയ്തല്ലേ, ആ മാർക്കറ്റ്, ഈ മാർക്കറ്റ് ആണല്ലേ ദിസ് മാർക്കറ്റ് എന്ന് പോയിന്റ് ഔട്ട് ചെയ്ത്. ഇപ്പൊ ഡി ആണ് ആൻസർ. എന്താ? ഡി ആണ്, ഡെമോൺസ്ട്രേറ്റീവ് ആണ്. ഓക്കെ, കറക്റ്റ് ആണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കി. ഐ ബോട്ട് 2 പെർഫ്യൂംസ് ഫ്രം ദിസ് ഷോപ്പ്. എന്താ? അതേതാ വരാ? adjective of number, proper adjective, interrogative adjective, demonstrative adjective ആണ്. ക്വസ്റ്റ്യനും ആൻസറും ഒന്നുകൂടെ ഡീറ്റെയിൽ ആയിട്ട് വായിച്ചു നോക്കിയേ. എന്നിട്ട് ആൻസർ പറഞ്ഞ എല്ലാവരും. ഐ ബോട്ട് 2 പെർഫ്യൂംസ് ഫ്രം ദിസ് ഷോപ്പ്. എ ആണ് ആൻസർ. എന്തുകൊണ്ടാ? നമ്പർ അവിടെ നമ്പർ മെൻഷൻ ചെയ്തിട്ടില്ലേ? 2 എന്ന നമ്പർ ഉപയോഗിച്ചിട്ടുണ്ട്. 2 പെർഫ്യൂംസ് വാങ്ങിന്നാ പറയാ, അല്ലേ? അല്ലെ? ഐ ബോട്ട് 2 പെർഫ്യൂംസ്. അവിടെ 2 പെർഫ്യൂംസ് വാങ്ങിച്ചു എന്ന് പറഞ്ഞു. അപ്പൊ എന്താ? അഡ്ജക്റ്റീവ് ഓഫ് നമ്പർ. അഡ്ജക്റ്റീവ് ഓഫ് നമ്പർ എന്ന് പറഞ്ഞാൽ എന്താ? ന്യൂമറൽ അഡ്ജക്റ്റീവ് തന്നെയാണ്. ന്യൂമറൽ അഡ്ജക്റ്റീവിന്റെ മറ്റൊരു നെയിം ആണ് അഡ്ജക്റ്റീവ് ഓഫ് നമ്പർ എന്ന് പറയാം. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കിയേ. ഐ ലേറ്റ് അല്ലേ? 8 ആണ്. ഐ ate some ice cream. I ate some ice cream. എന്താ പറയാ? ബി ആണ്, ക്വാണ്ടിറ്റേറ്റീവ് ആണ്. ക്വാണ്ടിറ്റി ആണ് അവിടെ പറഞ്ഞത്, സം അല്ലേ, ക്വാണ്ടിറ്റി അവിടെ പറഞ്ഞത്. ഓക്കെ, then ഏതാ? ഹിസ് ബ്രദർ ഈസ് വെരി ഇന്റലിജന്റ്. ഹിസ് ബ്രദർ ഈസ് വെരി ഇന്റലിജന്റ്. ഹിസ് യൂസ് ചെയ്യുമ്പോ എന്താ? പൊസസീവ് അഡ്ജക്റ്റീവ് ആണ്, അല്ലേ? പൊസസീവ് അഡ്ജക്റ്റീവ് ആണ്. നോക്കിയേ, അടുത്ത് നോക്കിയേ. ഓർഡർ ദ അഡ്ജക്റ്റീവ്സ്. എ നൈസ് സ്റ്റോൺ ഓൾഡ്. ഇതിന്റെ ആൻസർ വേണമെങ്കിൽ ഫസ്റ്റ് ഇത് പഠിക്കാം. ഇതിന്റെ ഓർഡർ എപ്പോഴും പഠിച്ചു വെക്കുക. നിങ്ങളിപ്പോ ഒരു PSC എക്സാമോ അങ്ങനെ എന്തെങ്കിലും എഴുതുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇത് ഉപകാരപ്പെടും. കാരണം ഇങ്ങനത്തെ ഒരു ക്വസ്റ്റ്യൻ എന്തായാലും ചോദിക്കും. ഓർഡർ ദ അഡ്ജക്റ്റീവ്സ് എന്തായാലും ചോദിക്കും. അപ്പൊ ഈ ഓർഡർ പഠിച്ചു വെക്കാം. ഓക്കെ, ഇവിടെ എന്താ നോക്കി? ഫസ്റ്റ് എന്താ പറഞ്ഞ? ഡിറ്റർമൈനർ, ഒപ്പീനിയൻ, സൈസ്, ഏജ്, ഷേപ്പ്, കളർ, മെറ്റീരിയൽ, പർപ്പസ്. ഇങ്ങനെ ഓർഡർ വരും. ഓക്കെ, അപ്പൊ നമുക്ക് ഈ ആൻസർ, ഈ ക്വസ്റ്റ്യൻ ആൻസർ ഒന്ന് ചെയ്ത് നോക്കാം. ഏതാ ഫസ്റ്റ്? ഏതാ വരാ? സൈസ് വരാ, അല്ലെ? സൈസ്, ഏജ്, ഷേപ്പ്, നൈസ്, അല്ലെ? ഒപ്പീനിയൻ. അപ്പൊ ഇവിടെ എന്താ? ഫസ്റ്റ് ഒപ്പീനിയൻ ആണ് വരുന്നത്, അല്ലെ? അപ്പൊ ഇവിടെ ഈ ആൻസർ ഫസ്റ്റ് ഒപ്പീനിയൻ വന്ന് നോക്കി. എ നൈസ്, അല്ലെ? എ നൈസ് വന്നു. നെക്സ്റ്റ് ഏതാ വരാ? ഏജ് വരാ, അല്ലെ? ഏജ് വരുമ്പോ എന്താ? ബി നോക്കി, ഓൾഡ് വന്നു. എ നൈസ് കണ്ട് ഓൾഡ് വന്നു. നെക്സ്റ്റ് നോക്കി, സ്റ്റോൺ, അല്ലെ? സ്റ്റോൺ എന്ന് പറയുന്നത് എന്താ? സ്റ്റോൺ എന്താ? മെറ്റീരിയൽ ആണ്. സ്റ്റോൺ എന്നത്. അപ്പൊ ഇവിടെ ആൻസർ നോക്കി, ബി ആണ്. എ നൈസ് ഓൾഡ് സ്റ്റോൺ, അല്ലെ? ഇതാണ് കറക്റ്റ് ഓർഡർ. അപ്പൊ ഈ ഓർഡർ എന്തായാലും പഠിച്ചു വെക്കുക. എന്നാലേ ഇങ്ങനത്തെ ഒരു ക്വസ്റ്റ്യൻ വന്നാല് നിങ്ങൾക്ക് അതിൽ ആൻസർ ചെയ്യാൻ പറ്റുള്ളൂ. ഓക്കെ, അപ്പൊ ഇത്രയേ ഉള്ളൂ അഡ്ജക്റ്റീവ്സ്. അഡ്ജക്റ്റീവ്സ് ഇപ്പൊ ക്ലിയർ ആയില്ലേ? മനസ്സിലായില്ലേ? ഞാൻ നോട്ട് തരുമ്പോ കുറച്ചുകൂടെ ക്ലിയർ ആവും നിങ്ങൾക്ക് കേട്ടോ. മനസ്സിലായോ? ആരെന്താന്ന് പറയാത്തേ? ഇത് ക്ലിയർ ആയതിനു ശേഷം നമുക്ക് അടുത്ത ടോപ്പിക്കിലേക്ക് പോകാം. ക്ലിയർ? ഡൗട്ട് ഒന്നുമില്ലല്ലോ? പറയൂ, എല്ലാവരും പറയൂ. ഒരാളെ മാത്രമേ പറയുന്നുള്ളൂ, ബാക്കി ആർക്കും മനസ്സിലായില്ല?
പറയോ? കേൾക്കുന്നില്ല? ആരും ക്ലാസ് ശ്രദ്ധിക്കുന്നില്ലേ അപ്പോ? യെസ്. ഓക്കെ, നമുക്ക് എന്നാൽ അടുത്ത ടോപ്പിക്കിലേക്ക് പോവാം. അപ്പോ അഡ്ജക്റ്റീവ് കഴിഞ്ഞല്ലേ? ഇനി പേഴ്സൺ സ്പീച്ചിൽ നെക്സ്റ്റ് ഏതാ? വെർബാണ്. ഓക്കെ, വെർബ് എന്താ? ഒരു ക്രിയ ആണല്ലേ? വെർബ് എന്ന് പറഞ്ഞാൽ എന്താ? ഒരു ക്രിയ അല്ലെ? Verb is a word that tells an action. അല്ലെ? ആക്ഷനെ സൂചിപ്പിക്കുന്നതാണ് എന്താ വെർബ് എന്ന് പറയുന്നത്. A verb is a word that tells an action and what we do. നമ്മൾ എന്താണോ ചെയ്യുന്നത്, നമ്മൾ എന്തെങ്കിലും ആക്ഷൻ ആണോ ചെയ്യുന്നുണ്ടെങ്കിൽ അതൊക്കെ എന്താ? വെർബാണ്. നമ്മൾ ചെയ്യുന്ന പ്രവൃത്തിയാണ് വെർബ് എന്ന് പറയുന്നത് അല്ലെ? എക്സാമ്പിൾ നോക്കി, ജമ്പ്, റൺ, സിംഗ്, വാക്ക്, ഡാൻസ്, സിറ്റ്. അല്ല, ഇതൊക്കെ എന്താ? ആക്ഷൻ ആണല്ലേ? അപ്പൊ അതിനെ നമുക്ക് വെർബ് എന്ന് പറയാം. കാണുന്നില്ലേ? സ്ക്രീനിൽ കാണുന്നില്ല? Wait. കാണുന്നില്ല അല്ലെ? വരുന്നില്ല. നമുക്ക് ജസ്റ്റ് ഒന്ന് പറഞ്ഞു പോകാം. ഓക്കെ, നോട്ട് നമുക്കത് നാളെ ഞാനത് കാണിച്ചിട്ട് പറഞ്ഞുതരാം. ഓക്കെ ഓക്കെ അല്ലേ എല്ലാവരും? കാരണം ഇനി 10 മിനിറ്റ് അല്ലേ ഉള്ളൂ. നമുക്ക് ജസ്റ്റ് ഒന്ന് പറഞ്ഞു പോവാന്നല്ലേ? വെറുതെ സ്റ്റാർട്ട് ചെയ്ത് വെക്കുക. റിപ്ലൈ തരും എല്ലാവരും. ഓക്കെ അല്ലേ? ഓക്കെ, അപ്പൊ എന്താ വെർബ് എന്ന് പറഞ്ഞാൽ എന്താ? ജസ്റ്റ് ഒരു ക്രിയ ആണല്ലേ? നമ്മൾ ചെയ്യുന്ന ഒരു പ്രവൃത്തിയൊക്കെ നമുക്ക് എന്താ വെർബ് എന്ന് പറയാല്ലേ? ഇപ്പൊ നമുക്ക് എക്സാമ്പിൾ നോക്കിയേ, ഇപ്പൊ നമ്മൾ പഠിക്കണതൊക്കെ വെർബ് അല്ലേ? നമ്മൾ ചെയ്യുന്ന പ്രവൃത്തിയല്ലേ? എഴുതുക അല്ലെ? പഠിക്കുക, വായിക്കുക, അതൊക്കെ പ്രവൃത്തിയല്ലേ? ഡാൻസ് ചെയ്യുക, ചാടുക, കളിക്കുക അല്ലെ? നമ്മൾ ചെയ്യുന്ന എന്തൊരു ആക്ഷനും എന്താ? അത് പ്രവൃത്തിയാണ് അല്ലെ? അപ്പോ അതൊക്കെ വെർബാണെന്ന് പറയാം അല്ലെ? ഹി സിറ്റ് ഇൻ ദ ഗ്രാസ്, അവൻ ഇരിക്കുകയാണ് അല്ലെ? എന്താ? അപ്പൊ ഇരിക്കുക എന്ന് വരുമ്പോ അതൊരു വെർബാണ്. ഓക്കെ ഓക്കെ, അപ്പോ ഐ ജംപ് ഇൻ ദ എയർ, എന്താ? ഞാൻ ചാടുകയാണ് അല്ലെ? അപ്പോ ചാടുക എന്ന് പറയുന്നത് വെർബാണ്. സിമ്പിൾ ടോപ്പിക് ആണ്. വെർബ് എന്ന് പറയുന്നത് നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്യേണ്ട ആവശ്യമില്ല അല്ലെ? വെർബ് എന്നൊക്കെ എല്ലാവർക്കും ക്ലിയർ അല്ലേ? കഴിക്കുക, അതൊക്കെ വെർബാണ്. നമ്മൾ ചെയ്യുന്ന എന്ത് പ്രവൃത്തിയും വെർബാണ്. ജസ്റ്റ് അങ്ങനെ മനസ്സിലാക്കാം. കുറച്ച് കൈൻഡ്സ് ഓഫ് വെർബ്സ് ഉണ്ട് അല്ലെ? ഏതൊക്കെയാണെന്ന്? ആക്ഷൻ വെർബ് അല്ലെ? ആക്ഷൻ വെർബ് ഉണ്ട്, മെയിൻ വെർബ് ഉണ്ട്, റെഗുലർ വെർബ് ഉണ്ട്, ഇറഗുലർ വെർബ് ഉണ്ട്, ട്രാൻസിറ്റീവ് വെർബ് ഉണ്ട്, ഇൻട്രാൻസിറ്റീവ് വെർബ് ഉണ്ട്. അതൊക്കെ നോട്ട് തന്നിട്ട് ക്ലിയർ ചെയ്ത് പറഞ്ഞാൽ മതിയോ? നിങ്ങൾക്ക് മനസ്സിലാവോ ഞാനിങ്ങനെ പറഞ്ഞാല്? നമുക്കൊന്ന് കുറച്ച് ട്രാക്ക് ചെയ്ത് സംസാരിക്കാം കുറച്ചൊരു ബാക്കി. ഓക്കെ, എല്ലാവരും പറഞ്ഞോളൂ എന്നാലേ, കാരണം ഈ 5 മിനിറ്റ് എന്തൊക്കെ ഉള്ളൂ. പറഞ്ഞോളൂ. അഡ്ജക്റ്റീവ് ഇപ്പൊ നമുക്ക് ക്ലിയർ അല്ലേ? ഇപ്പൊ നമ്മൾ ഏതൊക്കെയാ പഠിച്ചേ? പാർട്സ് ഓഫ് സ്പീച്ചിൽ ഏതൊക്കെയാ പഠിച്ചേ? പറഞ്ഞോളൂ, സംസാരിച്ചോളൂ. ഏതൊക്കെയാ പഠിച്ചേ? നൗണും കഴിഞ്ഞു, പ്രോണോൺ കഴിഞ്ഞു,
അഡ്ജക്റ്റീവ് കഴിഞ്ഞു. ഈ 3 ടോപ്പിക്കും എല്ലാവർക്കും ക്ലിയർ അല്ലേ? ഈ 3 ടോപ്പിക്കിൽ നിന്ന് എന്ത് ക്വസ്റ്റ്യൻ വന്നാലും നമുക്ക് അത് ആൻസർ ചെയ്യാൻ പറ്റില്ലേ? അല്ലേ? കേൾക്കുന്നില്ല, ആരും റെസ്പോണ്ട് ചെയ്യുന്നില്ല. ക്ലിയർ ആണോ? ആർക്കെങ്കിലും ഡൗട്ട് ഉണ്ടോ ആർക്കെങ്കിലും? ക്ലിയർ ആണ്. ഗ്രാമർ എല്ലാവർക്കും അറിയാവുന്ന കാര്യമായിരുന്നോ? ഗ്രാമർ ഇതിനു മുന്നേ പഠിച്ചിട്ടുണ്ടോ? ഗ്രാമർ എല്ലാവർക്കും ക്ലിയർ ആണോ? മനസ്സിലാവുന്നുണ്ടോ? ആർക്കും അറിയില്ല ഗ്രാമർ എന്താ? അറിയില്ല അല്ലെ? ആർക്കും ഗ്രാമർ അറിയില്ല? ഇല്ല. ഇല്ല. ഓക്കെ. ഓക്കെ ഓക്കെ. അപ്പൊ ഗ്രാമർ ആണെങ്കിൽ നമുക്ക് തുടങ്ങിയാൽ എല്ലാവർക്കും അറിയാലോ. അതിനുള്ളതാണ് പാർട്സ് ഓഫ് സ്പീച്ച് എന്ന് പറയുന്നത്. പാർട്സ് ഓഫ് സ്പീച്ച് എന്ന് പറഞ്ഞാൽ എന്താ? നമുക്ക് സംസാരിക്കാൻ വേണ്ട ഗ്രാമേഴ്സ് ആണ് നമ്മളിവിടെ യൂസ് ചെയ്യുന്നത് അല്ലെ? അതിലൊന്നാണ് നമുക്ക് നൗൺ നമുക്ക് പറഞ്ഞു കഴിഞ്ഞു, പിന്നെ എന്താ പ്രൊണൗൺ പറഞ്ഞു കഴിഞ്ഞു, അഡ്ജക്റ്റീവ് പറഞ്ഞു കഴിഞ്ഞു. നമ്മളെ കൊണ്ട് പറ്റുന്നല്ല ഗ്രാമർ. അതെ, മനസ്സിലാക്കും. ഇപ്പൊ ഞാൻ ഈ എടുത്ത ക്ലാസ് നിങ്ങൾക്ക് ക്ലിയർ അല്ലേ? ഇപ്പൊ നിങ്ങൾക്ക് ചോദിച്ചാൽ പറയാൻ പറ്റേ? ഇപ്പൊ നൗൺ എന്താന്ന് പറയാൻ പറ്റില്ലേ? നൗൺ എന്താ? ഒരു നാമമാണല്ലേ, ഒരു പേരാണ് അല്ലെ? ഒരു സെന്റൻസിലെ ഒരു പേര് കണ്ടാൽ നിങ്ങൾക്ക് നൗൺ ആണെന്ന് മനസ്സിലാകില്ലേ? കുറെ ക്ലിയർ ആയി. ഓക്കെ. പ്രോണൗൺ എന്താ? നൗണിന്റെ മറ്റൊരു പേരല്ലേ പ്രോണൗൺ എന്ന് പറയുന്നത് അല്ലെ? ഇപ്പൊ ഒരാളുടെ പേര് നമ്മൾ യൂസ് ചെയ്യുമ്പോൾ അതിന് പകരം നമുക്ക് പ്രോണൗൺ യൂസ് ചെയ്യാം അല്ലെ? ഹി, ഷീ, ഇറ്റ്, ദേ ഇതൊക്കെ നമുക്ക് പ്രോണൗൺസ് അല്ലേ? അപ്പൊ പ്രോണൗൺ മനസ്സിലായി അല്ലെ? അഡ്ജക്റ്റീവോ? ഈ പ്രോണൗണിനെയും നൗണിനെയും എന്താ വിശേഷിപ്പിക്കുന്നതാണ് അഡ്ജക്റ്റീവ് എന്ന് പറയുന്നത്. അപ്പൊ ഈ 3 ടോപ്പിക് നിങ്ങൾക്ക് ക്ലിയർ ആയില്ലേ? ഇതേപോലെ നമുക്ക് ഗ്രാമറിൽ ഓരോന്നും കറക്റ്റ് ആയിട്ട് പഠിച്ചു പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഡൗട്ട് ചെയ്യാണ്ട് ഒരു സെന്റൻസ് ഫോം ചെയ്യാൻ പറ്റും. ഞാനിപ്പോ പഠിപ്പിക്കുക മാത്രമേ ചെയ്യുന്നുള്ളൂ. നിങ്ങൾ ഇപ്പൊ നോട്ട് തരുമ്പോഴോ അല്ലാതെയൊക്കെയോ നിങ്ങളത് സ്വന്തമായിട്ട് പഠിക്കാൻ ശ്രമിക്കുക. ഓക്കെ. നമുക്കിപ്പോ ഒരുപാട് സോഴ്സിൽ ഇംഗ്ലീഷ് പഠിക്കാനായിട്ട്, അതേപോലെ നിങ്ങൾക്ക് ട്രൈ ചെയ്യാം. നോട്ട് അവർ തരും എന്തായാലും. ക്ലാസ് കഴിയുമ്പോൾ നോട്ട് തരും കേട്ടോ. കാരണം ടെക്നിക്കൽ ഡിപ്പാർട്ട്മെന്റ് ആണ്. ഞാൻ പറയുന്നുണ്ട് അവരോട്. അവര് നോട്ട് തരും. ടീച്ചർ, എക്സാമിന് ഇംഗ്ലീഷ് സെപ്പറേറ്റ് ഉണ്ടാ? അതൊന്നും എനിക്കറിയില്ല കേട്ടോ. എക്സാമിന്റെ കാര്യങ്ങളൊന്നും എനിക്കറിയില്ല. ഞാനിപ്പോ വന്നതേ ഉള്ളൂ. എനിക്കറിയില്ല ടീച്ചറായിട്ടൊന്നും. ഓക്കെ. നിങ്ങൾ എന്തായാലും ഇപ്പോ എക്സാമിന് ഇപ്പൊ അഥവാ ഇല്ലെങ്കിലും ഉണ്ടെങ്കിലും നിങ്ങൾക്ക് ലൈഫിൽ ഏറ്റവും ഇമ്പോർട്ടന്റ് ഉള്ള ഒരു ലാംഗ്വേജ് ആണ് ഇംഗ്ലീഷ്. അതുകൊണ്ട് എക്സാമിന് വേണ്ടി പഠിക്കാതെ നിങ്ങൾക്ക് വേണ്ടി നിങ്ങൾ പഠിക്കും. ഇവിടെ അല്ലെങ്കിൽ മറ്റൊരു സ്ഥലത്ത് നിങ്ങൾക്ക് ഇംഗ്ലീഷ് ആവശ്യമായിട്ട് വരും എന്തായാലും. ശരിയല്ലേ? ബിക്കോസ് എന്താ, ഇംഗ്ലീഷ് ഈസ് ആൻ ഇന്റർനാഷണൽ ലാംഗ്വേജ് അല്ലേ? നമുക്ക് എപ്പോഴും നമ്മുടെ ഡെയിലി ലൈഫിൽ ഇംഗ്ലീഷ് എന്തായാലും അത്യാവശ്യം. ഇനി മുന്നോട്ടുള്ള കാലത്തും ഇംഗ്ലീഷ് എന്തായാലും ഇമ്പോർട്ടന്റ് ആണ്. അപ്പൊ ഇംഗ്ലീഷ് എല്ലാവരും സംസാരിക്കാനും ഒരു തെറ്റില്ലാണ്ട് എഴുതാനും ഒക്കെ പഠിക്കാൻ ശ്രമിക്കുക. എനിക്ക് പഠിപ്പിക്കാൻ മാത്രമല്ലേ പറ്റുള്ളൂ. ബാക്കി എല്ലാം നിങ്ങൾ ശ്രമിക്കണ്ടേ? നിങ്ങൾ ശ്രമിക്കുക. മാം, ഓറലായിട്ട് സ്പോക്കൺ ഇംഗ്ലീഷ് ക്ലാസ് എടുക്കൂ? അപ്പൊ ഫസ്റ്റ് നമുക്ക് ഗ്രാമർ ഒന്ന് നിങ്ങൾക്ക് എല്ലാം കൂടെ സെറ്റ് ആയിട്ട് നമുക്കൊന്ന് ട്രൈ ചെയ്താൽ മതിയേ? സ്പോക്കണിലൊക്കെ പോയാൽ മതിയില്ലേ? എന്താ, ഓക്കെ ആണോ? ഓക്കെ ഓക്കെ മാം. മാം, ഇംഗ്ലീഷിന്റെ ഇപ്പൊ തന്നെ PDF ഇല്ലേ, അത് തിങ്കളാഴ്ചക്ക് മുന്നേ ഒന്ന് ഇടാമോ? സാറ്റർഡേ സൺഡേ ഒക്കെ ആയിട്ട് ഞാനേ അത് അവരോട് പറയാം. എടുക്കാൻ പോകാൻ എളുപ്പത്തിന്, പ്രിന്റ് എടുക്കാനേ. ഞാനത് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പൊ എന്തായാലും ഞാൻ ഒന്നുകൂടെ മെൻഷൻ ചെയ്യാം അവരോട്. ഇടാന്നോട് പറഞ്ഞിരുന്നേ. ശരി. ഓക്കെ. എന്റെ ക്ലാസ് എന്തായാലും മനസ്സിലാവുന്നില്ലേ? വേറെ ബുദ്ധിമുട്ടൊക്കെ? ക്ലാസ് മനസ്സിലാവുന്നൊക്കെ ഉണ്ട്. പക്ഷെ PDF കൂടെ വെച്ചാകുമ്പോ ഇച്ചിരി എക്സാമ്പിൾസ് ഒക്കെ നോക്കിയിട്ടേ ഒന്നുകൂടെ പിടികിട്ടൂല. പെട്ടെന്ന് ഇങ്ങനെ സ്ക്രീനിൽ ഇങ്ങനെ മാറി മാറി പോകുന്നതുകൊണ്ട് പെട്ടെന്ന് ക്യാച്ച് ചെയ്യാൻ പറ്റുന്നില്ല. PDF പ്രിന്റ് ഉണ്ടെങ്കിൽ പെട്ടെന്നോട്ട് ഞങ്ങൾക്ക് ഒന്നുകൂടെ അടിവരെ ഇട്ടൊക്കെ ഒന്ന് അണ്ടർലൈൻ ചെയ്ത് മനസ്സിലാക്കി എടുക്കാമല്ലോ. പക്ഷെ ആദ്യമേ അങ്ങനെ തരില്ലാന്നവര് പറയണേ. കാരണം ക്ലാസ് അവര് ഇടില്ലേ, റെക്കോർഡ് അപ്ലോഡ് ചെയ്യില്ലേ, ആ ടൈമിലാണ് നോട്ട് തരാന്ന് പറഞ്ഞേ. ക്ലാസ് കഴിഞ്ഞിട്ട് നോട്ട് എന്തായാലും കിട്ടുള്ളൂ. ഓക്കെ. കാരണം എന്താ, ക്ലാസ്സിൽ നിങ്ങൾ ആദ്യം ശ്രദ്ധിച്ചിരിക്കാം. മാക്സിമം ക്ലാസ്സിൽ നിന്നുള്ള മനസ്സിലാക്കാൻ നോക്കുക. അപ്പൊ നിങ്ങൾക്ക് നോട്ട് വായിക്കുമ്പോൾ കുറച്ചുകൂടെ ക്ലിയർ ആവും.
എന്തായാലും ക്ലാസ് എടുക്കുന്നത് മനസ്സിലാവുന്നില്ലേ? നോട്ട് ഉണ്ടെങ്കിൽ കുറച്ചുകൂടെ കംഫർട്ട് ആയിരുന്നു. അത് എനിക്ക് മനസ്സിലാവുന്നുണ്ട്, പക്ഷെ ക്ലാസ്സിൽ കുറച്ചുകൂടെ മനസ്സിലാക്കാൻ നോക്കാം. PDF-ന്റെ നോട്ട് ഏതിൻ്റെ അത് ഇരുന്നേ? എന്തോ PDF-ന്റെ നോട്ട് മാഡം ക്ലാസ് റൂമിനകത്താണ് ഇരുന്നത്? ക്ലാസ് റൂമിനകത്ത് ആണോ PDF-ന്റെ നോട്ട് ഇടുന്നേ? ഇല്ല, അത് നോട്ട്സിന്റെ കാര്യങ്ങളൊക്കെ വേറെ ഡിപ്പാർട്ട്മെന്റ് ആണ് നോക്കുന്നത്. അവരാണ് നിങ്ങൾക്ക് ഇപ്പോ ക്ലാസ് അപ്ലോഡ് ചെയ്യണം, നോട്ട് അപ്ലോഡ് ചെയ്യണമൊക്കെ അവരാണ്. ഒന്നും ഇല്ല, അതാ ഞാൻ ചോദിച്ചേ. അത് അവരാ ചെയ്യുന്നത്, നമ്മളല്ല, ടീച്ചേഴ്സ് അല്ല അത് ചെയ്യുന്നത്. അത് നമ്മൾ പറയുന്നുണ്ട്. അപ്പൊ ഒരു പറഞ്ഞതെന്ന് വെച്ചാൽ ക്ലാസ് കഴിയുമ്പോ അത് ഇടുന്നാ പറഞ്ഞേ. വേറെ ഡീറ്റെയിൽ ആയിട്ടൊന്നും നമുക്കറിയില്ല. മാഡം ആദ്യം ഒരു 79 പേജുള്ള ഒരു PDF ഇട്ടായിരുന്നു. അത് ഞങ്ങൾ എടുത്തിട്ടുണ്ട് പ്രിന്റ്. അതിൻ്റെ അകത്തെ ഉള്ളതാണോ അതോ ഇനി വേറെ സെപ്പറേറ്റ് ഉണ്ടോ? അത് ഏതാ ടോപ്പിക്ക്? ഞാനിപ്പോ നിങ്ങൾക്ക് എത്ര ക്ലാസ് എടുക്കുന്നു പോലെ 2-4 ക്ലാസ് എടുത്തിട്ടുള്ളൂ ഞാൻ, അല്ലെ? എനിക്ക് മുന്നേ വേറൊരു മിസ് ആയിരുന്നു. ഞാൻ തന്നെ ആയിരുന്നില്ലേ ക്ലാസ്സിൽ? അത് മാഡം ഫസ്റ്റ് അർച്ചന മിസ് വന്നിരുന്നു. ആണല്ലോ. അർച്ചന മിസ്സിന്റെ നോട്ടും എനിക്കും യാതൊരു ബന്ധവും ഇല്ലേ. ഞാൻ തരുന്ന നോട്ട്സ് ആണ് ഇതൊക്കെ. പാർട്സ് ഓഫ് സ്പീച്ചും നൗണും പ്രോണൗണും അഡ്ജക്റ്റീവും നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ടോ? അതിൽ അഡ്ജക്റ്റീവ് ഇന്നത്തെ ടോപ്പിക് ആണ്. പ്രോണൗൺ നമ്മൾ ഇന്നലെ കംപ്ലീറ്റ് ചെയ്തു. അതിക്ക് മുന്നേ നമ്മൾ പ്രോണൗൺ സ്റ്റാർട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ നൗണും, അല്ലെ? ഇതൊക്കെ നിങ്ങൾക്ക് കിട്ടിയിരുന്നതാണോ? ഏതൊക്കെ ടോപ്പിക് നിങ്ങൾക്ക് കിട്ടിയെന്ന് പറയുമോ? ആരും പറയുന്നില്ല. പ്രോണൗൺ വരെ നോട്ട് കിട്ടിയിട്ടുണ്ട്. പ്രോണൗൺ വരെ കിട്ടി. അപ്പൊ അഡ്ജക്റ്റീവ് എന്തായാലും കിട്ടും കേട്ടോ. പ്രോണൗൺ വരെ എവിടുന്ന് കിട്ടി നോട്ട്? ഓക്കെ. അപ്പൊ ഇനിയും കിട്ടും. നോട്ട് കറക്റ്റ് ആയിട്ട് അവർ തരുന്നുണ്ട്. അപ്പൊ ഇതെല്ലാം PDF എടുത്തിട്ട് കളക്ട് ചെയ്ത് വെക്കാം. ഓക്കെ. അപ്പൊ നമ്മൾ ടൈം കഴിഞ്ഞു, ക്ലാസ് കഴിഞ്ഞു. മാം പ്രോനൗൺ ഒന്നും കിട്ടിയിട്ടില്ല ഞങ്ങൾക്ക്. ഫസ്റ്റ് മിസ്സിന്റെ നോട്ട് മാത്രമേ കിട്ടിയിട്ടുള്ളൂ. മിസ് എടുത്ത നോട്ടൊന്നും കിട്ടിയിട്ടില്ലല്ലോ. ഓക്കെ, നിങ്ങൾ ബാക്കി ഫ്രണ്ട്സിനോടൊന്ന് ചോദിച്ചു നോക്കണേ കിട്ടിയിട്ടുണ്ടോ ഇല്ലയെന്ന്. ഓക്കെ. അപ്പൊ ശരി, അപ്പോ ക്ലാസ് വൈൻഡപ്പ് ചെയ്യാൻ ടൈം ആയി. താങ്ക് യു ഓൾ. താങ്ക് യു മാഡം. താങ്ക് യു. താങ്ക് യു. താങ്ക് യു മാം.